وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സീറയുടെ കിതാബായ അർ-റഹീഖുൽ മഖ്തൂമിൽ പറഞ്ഞ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മക്കയിൽ അവർക്ക് ഈ ആദർശം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഹബശയിലേക്ക്, നജ്ജാഷി എന്ന് പറയുന്ന രാജാവ് ഭരണാധികാരി ഉണ്ടായിരുന്നു, അന്ന് അവിടെ നീതിമാനായിരുന്നു, അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കേക്ക് സംരക്ഷണാർത്ഥം അവർ ഹിജറ പോവുകയാണ്. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലൊരു പ്രാവശ്യം ഹറമിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിൽ അപ്രതീക്ഷിതമായിട്ട് മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകളും സൂറത്തുൻ നജ്മിൻ്റെ അവസാന ഭാഗത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ആയത്തിൽ സഹാബത്തും കൂടെയുണ്ടായിരുന്ന ആളുകൾ സുജൂദ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ മുശ്രിക്കുകളായ ആളുകളും അപ്രതീക്ഷിതമായിട്ട് ഖുർആനിൻ്റെ ആ ആകർഷണീയതയും അതിൻ്റെ ആദർശങ്ങളും അതിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളും അവർ കേട്ടപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പലരും സുജൂദ് ചെയ്തു. അപ്പം ഈ വാർത്ത ഹബശയിൽ അത് എത്തുകയാണ്. അത് എത്തുന്നത് കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ടാണ് എത്തുന്നത്. കാരണം ചില കാര്യങ്ങൾ സംഭവിച്ചാൽ അങ്ങനെയാണ്. മക്കക്കാരായ മുശ്രിക്കുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് മുശ്രിക്കുകളായ ആളുകൾ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നു. ചില തഫ്സീറുകളിൽ അത് പറയുന്നു. പ്രവാചകന്റെ ഖുർആൻ പാരായണത്തിൻ്റെ ഇടയിൽ ബിംബങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള വചനങ്ങൾ വന്നു എന്നുള്ളതാണ്. അത് സ്വീകാര്യോഗ്യമല്ല. ചരിത്ര പണ്ഡിതന്മാരും ഹദീസിൻ്റെ പണ്ഡിതന്മാരുമൊക്കെ അത് സസൂക്ഷ്മം വിശകലനം ചെയ്ത് ആ വന്ന റിപ്പോർട്ടുകൾ സ്വീകാര്യോഗ്യമല്ല എന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായക്കാരാണ്. പക്ഷെ എന്നാലും ചരിത്രകാരന്മാരായ ചില ആളുകളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രവാചകൻ അവരുടെ ബിംബങ്ങളെ പ്രശംസിക്കുകയെ അതല്ലെങ്കിൽ അവിടുത്തെ നാവിൽ കൂടെ പിശാച് സ്വാധീനം ചെലുത്തി എന്തെങ്കിലും പറയേ, അതൊന്നും ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്റ്റും സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഈ സന്ദേശം, ഈ ശറഅ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനും അതുണ്ടായിരുന്നു. പക്ഷേ ഖുർആനിൻ്റെ ആ ആകർഷണീയതയും അതിൻ്റെ വശ്യതയും അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അവർ അറബികളായിരുന്നു. അങ്ങനെ അവർ അപ്രതീക്ഷിതമായി സുജൂദ് ചെയ്തു എന്ന്. ഈ വിവരം കേട്ട സ്ഥിതിക്ക് ഹബശയിലേക്ക് ഹിജറ പോയ ആളുകൾ സ്വന്തം നാട്ടിലേക്ക്, പ്രവാചകന്റെ സാന്നിധ്യത്തിലേക്ക്, മക്കയിലേക്ക് വരാൻ അവർ വെമ്പൽ കൊള്ളുന്ന മനസ്സിൻ്റെ ഉടമകളായിരുന്നു. അവർ പലരും തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഇവിടെ ഹിജാസിൽ വന്ന് അവർ കപ്പലിറങ്ങിയ സമയത്ത് കിട്ടിയ വാർത്ത റിപ്പോർട്ടുകൾ അത് ശരിയല്ല. മുശ്രിക്കുകൾ പൂർവാധികം ശക്തിയോടെ, ശത്രുതയോടെ അവരുടെ കുഫറിൽ തുടർന്ന് നിൽക്കുക തന്നെയാണ് എന്ന വിവരം കിട്ടിയപ്പോൾ ചില ആളുകൾ ഹബശയിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. ഇവിടെ വന്ന് ആദർശവുമായി മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന് മനസ്സിലാക്കി. മറ്റു ചിലവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. മക്കയിൽ തിരിച്ചു വന്നതിൻ്റെ ശേഷം വീണ്ടും മുശ്രിക്കുകളുടെ ഭാഗത്ത് മർദ്ദനവും പീഡനങ്ങളും തുടർന്നപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട മുമ്പ് പോയതിലേറെ കുറച്ച് കൂടുതൽ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും വീണ്ടും ഹബശയിലേക്ക് ഹിജറ പോവുകയാണ്. രണ്ടാമത്തെ ഹിജറ, അൽ ഹിജറത്തു സാനിയത്തു ഇലൽ ഹബശ. ആ ഭാഗമാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ സദസ്സിൽ വെച്ച് വായിക്കാൻ പോകുന്നത്. അൽ ഹിജറത്തു സാനിയത്തു ഇലൽ ഹബശ വസ്തഅദ്ദൽ മുസ്ലിമൂന ലിൽ ഹിജറത്തി മറത്തൻ ഉഖ്റ. മക്കയിൽ അവർക്ക് ദീനുൽ ഇസ്ലാമുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ഹിജറക്ക് അവർ തയ്യാറെടുക്കുകയാണ്. വഅലാ നിതാഖിൻ ഔസ. മുമ്പ് പോയതിലേറെ കുറച്ച് കൂടുതൽ ആളുകൾ. മുമ്പ് പോയത് ഏകദേശം നമ്മളന്ന് പറഞ്ഞിരുന്നു, 10-12 പുരുഷന്മാരും 4 സ്ത്രീകളും, ഇത്രയും കുറഞ്ഞ ആളുകളായിരുന്നു പോയത്. ഇത് കുറച്ച് വിശാലമായ നിലക്കന്നെ ആളുകൾ, കുറച്ച് കൂടുതൽ ആളുകളുണ്ട്. വിശാലമായ നിലക്കുള്ള ഒരു ആൾക്കൂട്ടമായിട്ടാണ് പോകുന്നത്. വലാകിൻ കാനത്ത് ഹാദിഹിൽ ഹിജറത്തു സാനിയത്തു അശഖ്ഖ മിൻ സാബിഖത്തിഹ. രണ്ടാമത്തെ ഈ ഹിജറ മുമ്പ് അവർ നടത്തിയ ഹിജറകളുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ പ്രയാസമായിരുന്നു. കാരണം ഇവർ ഏത് സമയവും രക്ഷക്കും സുരക്ഷയ്ക്കും വേണ്ടി ഇവിടുന്ന് കഴിച്ചിലാകും, രക്ഷപ്പെടും എന്നുള്ള ആ ഒരു ധ്വനി എല്ലാ ഖുറൈശികളുടെയും ചെവിയിൽ അതെത്തിയിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തിൽ നിന്നുള്ള ശക്തമായ ജാഗ്രതയും ഉണ്ടായിരുന്നു. ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ, സുരക്ഷിതരായിട്ട് പോകാൻ ഇവർ അനുവദിക്കരുതേ എന്ന് പറയുന്നത്. ആദ്യത്തത് അവരെ സംബന്ധിച്ച് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് പ്രയാസമുണ്ടായിരുന്നു. ഫഖത്ത് തയഖ്ഖലത് ലഹാ ഖുറൈശുൻ വഖററത് ഇഹ്ബാതഹ. ഇങ്ങനെ ഒരു ഹിജറ രണ്ടാമത് മക്കയിൽ നിന്ന് പോകാൻ ഒരിക്കലും ഇവർ അനുവദിക്കരുതേ, അത് ഏത് നിലക്കും അത് മുടക്കണമെന്നവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. ബൈദ അന്ന അൽ മുസ്ലിമീന കാനു അസ്റ
എന്നാൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ഈ ഖുറൈശികളിലേറെ ഏറ്റവും വേഗത കാണിക്കുകയും അതിൽ അവരും തന്നെ ജാഗ്രത പുലർത്തുകയും ഖുറൈശികളും മുശ്രിക്കുകളും അറിയാതെ ഒരു യാത്ര സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തു. വയസ്സറല്ലാഹു ലഹും സഫർ, യാത്രയുടെ കാര്യങ്ങൾ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. ഫൻഹാസു ഇല നജാഷി അൽ ഹബഷ ഇല നജാഷി അൽ ഹബഷത്തി ഖബല അൻ യുദ്റഖു, മുശ്രിക്കുകൾ പിടികൂടുന്നതിൻ്റെ മുമ്പ് തന്നെ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഹബഷയിലുണ്ടായിരുന്ന നജാഷിയുടെ അടുത്തേക്ക് ഈ പറയുന്ന മുസ്ലിം ആൾക്കൂട്ടം അവർ അങ്ങോട്ട് രക്ഷപ്പെട്ടു. വഫി ഹാദിഹിൽ മറത്തി, ഈ രണ്ടാമത്തെ പ്രാവശ്യമുള്ള യാത്രയിൽ ഹാജറ മിന റിജാലി 83 റജുലൻ, 83 പുരുഷന്മാരുണ്ടായിരുന്നു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നൊരു ചരിത്രകാരന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. അമ്മാർ ബിൻ യാസിർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെക്കുകയാണെങ്കിൽ 83 ആളുകളാണ്. അദ്ദേഹം അതിലില്ല, ആ കൂട്ടത്തിൽ ഹിജറ പോയിട്ടില്ലെങ്കിൽ 82 ആളുകളുമാണ്. ഇതാണ് അതിൽ കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. 18 ഔ 19 അമ്ര, 18-19 സ്ത്രീകൾ, 18-19 സ്ത്രീകൾ, 83 അതിൽ 82 പുരുഷന്മാരും 18-19 സ്ത്രീകളും. അപ്പോൾ മുമ്പ് പോയതിലേറെ കുറച്ച് ആൾക്കൂട്ടങ്ങൾ കൂടുതലുണ്ട്, അംഗങ്ങൾ കൂടുതലുണ്ട്. അങ്ങനെ ഇവരേതാണെങ്കിലും ഹബഷയിൽ എത്തിപ്പെട്ടു. അപ്പോൾ ഖുറൈശികൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് അവർ പിന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുകയാണ്. എങ്ങനെയെങ്കിലും ഇവരെ അവിടെ പോയിട്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള വഴികൾ അവർ പരിശോധിക്കുകയാണ്. കുഫാറുകളും ഫുജാറുകളും ഏത് കാലഘട്ടത്തിലും അവരുടെ രീതികൾ ഒന്ന് തന്നെയാണ്. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏതൊക്കെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണോ പുലർത്തിയത്, അത് തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലും ഈ പറയുന്ന അവരുടെ പിൻഗാമികൾ മുഅ്മിനീങ്ങളായ അള്ളാഹുവിൻ്റെ മുവഹ്ഹിദീങ്ങളായ അടിമകൾക്കെതിരിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അസ്സ അലൽ മുശ്രിക്കീന അൻ യജിദൽ മുഹാജിറൂന മഅ്മനൻ ലിഅൻഫുസിഹിം വദീനിഹിം, സത്യവിശ്വാസികൾ മുഹാജിരീങ്ങൾ അവരുടെ ശരീരങ്ങൾക്കും അവരുടെ ആദർശത്തിനും സുരക്ഷിതമായ ഒരു പ്രദേശം, ഒരു സ്ഥലം ലഭിക്കുക, അവരതിന് കണ്ടെത്തുക എന്ന് പറയുന്നത് മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവരിവിടെ കടന്ന് പീഡനം സഹിച്ച് ഈ ആദർശത്തിൽ നിന്ന് പിന്മാറണം, അവരത് ഒഴിവാക്കണം. അവരെവിടെങ്കിലും പോയി സുരക്ഷിതരായി അവരുടെ ആദർശവും അവരുടെ ശരീരങ്ങളും അത് സുരക്ഷിതമായി അത് ശക്തി പ്രാപിച്ച് നമുക്കൊരു ഭീഷണിയായി ഒരിക്കലും വന്നുകൂടാ. ഈ പറയുന്നു ഫഖ്താറു റജുലൈനി ജലിദൈനി ലബീബൈനി, നല്ല ബുദ്ധിയുള്ള കരുത്തരായ സമർത്ഥരായ ഖുറൈശികളിൽപ്പെട്ട 2 ആളുകളെ അവർ തെരഞ്ഞെടുത്തു. 2 ആളുകൾ, മക്കക്കാരായ 2 ആളുകൾ. വഹുമാ, അവർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പാണ്, മുശ്രിക്കായിരുന്ന സമയത്ത്. അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ ഖബല അൻ യുസ്ലിമ, ഇവർ 2 ആളും ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ള ആ സമയത്ത് മുശ്രിക്കീങ്ങളായിരുന്നു, ശക്തരായിരുന്നു, കരുത്തരായിരുന്നു. ഇസ്ലാമിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം പ്രവാചകന്റെ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ ശേഷവുമൊക്കെ അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിലൊക്കെ പുലർത്തിയിരുന്ന സാമർത്ഥ്യം, കരുത്തും അതിൻ്റെ തന്ത്രങ്ങളും അതൊക്കെ അതിപ്രശസ്തമായ സംഭവങ്ങളാണ്. താനും റാഫിദുകളും ഷിയാക്കളുമായ ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് പല ആരോപണങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സാമർത്ഥ്യത്തിൻ്റെയും ഈ ചടുലത, ഈ പറയുന്ന സ്വഭാവത്തിൻ്റെ പേരിലായിരുന്നു. റളിയല്ലാഹു അൻഹു ഖബല അൻ യുസ്ലിമ, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് അവരെയാണ് ഇതിന് തിരഞ്ഞെടുത്തത്. വഅർസലു മഅഹുമ അൽ ഹദായ അൽ മുസ്തത്റഫ ലിന്നജാശി വലിബതാരിഖതിഹി, അങ്ങനെ ഇവരുടെ കൂടെ ഒരുപാട് വിലമതിക്കാത്ത മുന്തിയ സമ്മാനങ്ങൾ ഇവർ കൊടുത്തയച്ചു. നജാശി രാജാവിന്, ചക്രവർത്തിക്കും അദ്ദേഹത്തിൻ്റെ അവിടെയുണ്ടായിരുന്ന പുരോഹിതന്മാർക്കും, അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരായ പുരോഹിതന്മാരായ ആളുകൾക്കും സമ്മാനങ്ങൾ കൊടുത്തയച്ചു. ഈ 2 ആളുകളുടെ കൂടെ പ്രതിനിധികളായിക്കൊണ്ട് ഖുറൈശികൾ അവരെ ഹബശയിലേക്ക് അയച്ചു. വബഅദ അൻ സാഖ റജുലാനി തിൽക്കൽ ഹദായ ഇലൽ ബതാരിഖ, അങ്ങനെ ഈ 2 ആളുകൾ ഹബശയിലെത്തിയതിൻ്റെ ശേഷം അവരുടെ കൂടെയുണ്ടായിരുന്ന സമ്മാനങ്ങളിൽപ്പെട്ട ഒരു വിഹിതം അവിടെയുണ്ടായിരുന്ന ബതാരിഖത്ത് അഥവാ ചക്രവർത്തിയോട് ഏറ്റവും അടുപ്പക്കാരായ പുരോഹിതന്മാരും അവിടുത്തെ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള ആളുകളുണ്ടായിരുന്നു, അവരിലേക്ക് ഈ സമ്മാനങ്ങൾ അവർ കൊണ്ടുപോയി കൊടുത്തു. ഏറ്റവും ആദ്യം അവരെ വശീകരിച്ചു രാജാവിൻ്റെ അടുത്ത്, ചക്രവർത്തിയുടെ അടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ. വസവ്വദാഹും ബിൽ ഹുജജില്ലതി യുത്റദു ബിഹാ ഉലൈക്കൽ മുസ്ലിമൂൻ, അവിടേക്ക് ഹിജറ ചെന്ന ആ മുസ്ലിമീങ്ങളെ ഹബശയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, അവിടുന്ന് ആട്ടിപ്പുറത്താക്കി മക്കയിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി എന്തൊക്കെയാണോ തെളിവുകളും രേഖകളും സമർപ്പിക്കേണ്ടത്, ആ പറയുന്ന കൃത്യമായ തെളിവുകളും രേഖകളൊക്കെ ഈ പുരോഹിതന്മാർക്ക് അവർ നൽകുകയും ചെയ്തു. ഇവരെക്കുറിച്ചുള്ള പരാതികൾ.
വബഅദ അൻ ഇത്തഫഖത്തിൽ ബത്വാരിഖത്തു, അങ്ങനെ ആ പറയുന്ന പുരോഹിതന്മാരെല്ലാവരും ഇവരോട് കൂടെ യോജിച്ചു. അൻ യുഷീറ അലൻ നജാശി ബി ഇഖ്സാഇഹിം, ഹിജറ വന്ന മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ മുവഹിദീങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ നജാശിന്റെ മേലെ ഞങ്ങൾ ഈ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തോളാം, അത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണർത്തിക്കോളാം, നിങ്ങൾ വന്ന ആവശ്യം പൂർത്തീകരിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തോളാം എന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ ഹളറ ഇലൻ നജാശി, പിന്നീട് ഇവരെ നേരെ ചക്രവർത്തിയുടെ അടുത്തേക്ക് ഇവർ ഹാജരാകുകയാണ്. കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്തു. ഉപദേശകന്മാരെ വിളിക്കും, അഭിപ്രായങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ പറയുന്ന ബത്താരിഖത്ത് അദ്ദേഹത്തിന്റെ ഈ പുരോഹിതന്മാരായ ആളുകൾ, ഉപദേശകന്മാരായ ആളുകൾ അദ്ദേഹത്തിനോട് ഇവർ വന്ന് കൃത്യമാണ്, തെളിവുകൾ ശരിയാണ് എന്നുള്ള കാര്യങ്ങൾ. വഖദ്ദമാലഹു അൽ ഹദായ സുമ്മ കല്ലമാഹു ഫഖാലാലഹു, അംർ ബിൻ ആസിം അബൂ റബീഅയും ഇവ അബ്ദുല്ലാഹ് ബിൻ അബി റബീഅയും അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ രാജാവിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിനോട് അവർ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇവർ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, അയ്യുഹൽ മലിക്കു, ആദരണീയനായ രാജാവേ, ഇന്നഹു ഖദ് ലവാ ഇലാ ബലദിക ഗിൽമാനുൻ സുഫഹ, വിഡ്ഢികളായ പക്വതയില്ലാത്ത ചെറുപ്രായക്കാരായ, നല്ല തന്റേടമുള്ള കാര്യപ്രാപ്തിയുള്ള കുറച്ചൊക്കെ ബുദ്ധിയും തന്റേടും പ്രായവും പക്വതയുമുള്ള ആളുകളാണെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കും. ഇവരങ്ങനെയല്ല, ഇവർ ചെറുപ്പക്കാരാണ്, ചോരത്തിളപ്പാണ്, എടുത്തുചാട്ടാണ്, എന്നാൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, വിഡ്ഢികളാണ്. അങ്ങനത്തെ കുറച്ച് ആളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ഫാറഖു ദീന ഖൗമിഹിം, അവർ സ്വന്തം അവരുടെ ജനങ്ങളുടെ ആദർശം ദീനിൽ നിന്ന് വേർപിരിഞ്ഞു പോന്നവരാണ്. എന്നാൽ വലം യദ്ഖുലു ഫീ ദീനിക, നിങ്ങളുടെ ആദർശത്തിൽ അവർ കടന്നിട്ടുമില്ല. മക്കയിലുള്ള മുശ്രിക്കീങ്ങളാണ്, ശിർക്കിന്റെ ആളുകളാണ്. അബ്ദുൽ മുത്തലിബിന്റെയും പൂർവികരായ ആളുകളുടെയും ആദർശം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. ത്വയ്ബ്, ഹബിഷയിലുള്ള ഈ രാജാവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും നസാറ മതത്തിലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ദീനിൽ അവിടെ കടന്നിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല. എന്നാൽ അവരുടെ ജനങ്ങളുടെ പിതാമഹന്മാർ കൊണ്ടു നടന്ന ആ ദീൻ അവർ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. വജാഉ ബിദീനിൻ ഇബ്തദഉ, അവർ പുതിയതായിട്ടുള്ള ഒരു ദീനും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് അവരുടെ ഇഷ്ടത്തിന് പുതിയതായിട്ട് കൊണ്ടുവന്ന് ബിദ്അത്തായിട്ടുള്ള ഒരു ദീനാണ്. അവർ കൃത്യമായ ആദർശത്തിന്റെ ആളുകളാണ്. ലാ നഅരിഫുഹു നഹ്നു വലാ അൻത്, ഇവർ കൊണ്ടുവന്ന ഈ ആദർശം ദീനും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പരിചയമില്ല, നിങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. ലോകത്തെ ആളുകൾക്കും ആർക്കും പരിചയം ഇല്ലാത്ത, ആരും സ്വീകരിക്കാത്ത ദീനുമായിട്ടാണ് ഇവർ വന്നത്. വഖദ് ബഅസനാ ഇലൈക ഫീഹിം അഷ്റാഫ് ഖൗമിഹിം, ഞങ്ങളെ രണ്ടുപേരെയും പ്രതിനിധികളായി നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ കാര്യം സംസാരിക്കാൻ അവരുടെ ജനങ്ങളിലുള്ള പ്രമുഖരായ ആളുകളാണ് അയച്ചിട്ടുള്ളത്. മക്കയിലുണ്ടായിരുന്ന അവരുടെ പിതാക്കന്മാർ, അവരുടെ പിതൃവ്യന്മാർ, അവരുടെ കുടുംബങ്ങൾ, അതിലുള്ള തലമൂത്ത കാര്യബോധമുള്ള അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട ബഹുമാന ആദരണീയരായ ആളുകളെ ഞങ്ങൾ രണ്ടാൾ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. ഞങ്ങൾ ആവശ്യം അവരെ ഞങ്ങൾ പറഞ്ഞയച്ചത് ലിതറുദ്ദഹും ഇലൈഹിം, ഇവരെ ഇവിടെ നിന്ന് നിങ്ങൾ പുറത്താക്കി മക്കയിലേക്ക് തന്നെ മടക്കണം, നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണം. ഇവരുടെ പക്വതയില്ലാത്തത് കൊണ്ട്, ഇവർക്ക് കാര്യബോധമില്ലാത്തത് കൊണ്ട്, ഇവരുടെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഇങ്ങനെ വിഡ്ഢിത്തരം ചെയ്തതാണ് ചുരുക്കത്തിൽ. ഫഹും അഅലാ ബിഹിം ഐനൻ വഅഅലമു ബിമാ ആബു അലൈഹിം വആതബൂഹും ഫീ, ഇവരെക്കുറിച്ചുള്ള ആക്ഷേപം കാര്യത്തിൽ, ഇവരത്തിലുള്ള വീഴ്ചകളെക്കുറിച്ച് നാട്ടുകാരായ അവരുടെ കുടുംബങ്ങൾ, അവരുടെ പിതാക്കന്മാരും കുടുംബത്തിൽ മുതിർന്ന ആൾ, അവർക്ക് ഇവരെക്കുറിച്ച് കൃത്യമായിട്ട് അറിയും. ഇവരൊരിക്കലും നിങ്ങളുടെ നാട്ടിൽ അഭയം കൊടുക്കരുത്, നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം, ലക്ഷ്യം. അത് ഇവര് രാജാവിനോട് പറഞ്ഞ സമയത്ത് കാലത്തിൽ ബത്താരിഖ്, ആദ്യം സമ്മാനം ഹദിയകളൊക്കെ വാങ്ങിയിട്ട് ഇവരോട് ചട്ടം കെട്ടിയിരുന്ന, ഇവർ പറയുന്നത് പോലെ പറയാമെന്ന് ഏറ്റിരുന്ന ആ ബത്താരിഖത്ത് സ്വാഭാവികമായിട്ടും രാജാവ് അഭിപ്രായം ചോദിക്കും അവരോട്. അവർ പറഞ്ഞു സദഖ അയ്യുഹൽ മലിക്, രാജാവായിട്ടുള്ളവരെ, ആദരണീയരെ, ഇവർ പറഞ്ഞു സത്യമാണ്, അതുകൊണ്ട് ഫഅസ്ലിംഹും ഇലൈഹിമാ, അവരിലേക്ക്, നാട്ടിലേക്ക് ഇവരെ നിങ്ങൾ തിരിച്ചേൽപ്പിച്ചു കൊടുത്തളി, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, പിടിച്ചു കൊണ്ടുപോയി അങ്ങയുടെ നാട്ടിലേക്ക് തിരിച്ചയക്കൂ എന്ന്. ഫൽയറുദ്ദാഹും ഇലാ ഖൗമിഹിം വബിലാദിഹിം, അവരുടെ ജനങ്ങളുടെ അടുത്തേക്ക്, നാട്ടിലേക്ക് ഇവരെ തിരിച്ചയക്കട്ടെ എന്നാണ് ഈ മുഹാജിറുകളായ മുഅ്മിനീങ്ങളായ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും. വലാക്കിൻ, ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് സഹായം സംരക്ഷണം ഏത് കാലഘട്ടത്തിലും അവൻ വാഗ്ദാനം ചെയ്തതാണ്. ആരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹു അവന്റെ ഔലിയാക്കൾക്ക്, അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് സംരക്ഷണം ഒരുക്കും. പ്രതീക്ഷിക്കാത്ത ഭാഗത്തിൽ കൂടെയായിരിക്കും അത് നൽകുക. വലാക്കിൻ റഅൻ നജാശി രാജാവ് അഭിപ്രായപ്പെട്ടു അന്നഹു ലാ ബുദ്ദ മിൻ തംഹീസിൽ ഖദിയ, കാര്യമൊന്ന് കൃത്യമായി ഒന്ന് വിവരിക്കൽ അത്യാവശ്യമാണ്, നിജസ്ഥിതി അന്വേഷിക്കണം. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപദേശകരാണ്, പ്രമുഖരായ നാട്ടിലുള്ള പണ്ഡിതന്മാരാണ്, പാണ്ഡിത്യമുള്ള ആളുകളാണ്, പുരോഹിതന്മാരാണ്, എന്നാൽ പോലും കാര്യത്തിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കൽ അത്യാവശ്യമാണ്. രണ്ട് ഭാഗത്തിൽ നിന്നും കേൾക്കണം.
ഏതെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടർ പറഞ്ഞത് മാത്രം അത് വിശ്വാസത്തിലെടുത്ത് മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവരുത്. നാം സത്യത്തിൻ്റെ ഭാഗത്താണ്, നീതിയുടെ പക്ഷത്താണ്. നമ്മൾ ഈ വിഷയത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ടേ അതിൽ ഇടപെടാൻ പാടുള്ളൂ. ഏത് കാര്യങ്ങളിലും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ നിജസ്ഥിതി അന്വേഷിക്കണം. വസമായി അത്തുറാഫിഹ ജമീഅൻ, അതിലുള്ള രണ്ട് ഭാഗത്തുള്ള ആളുകളെയും കൃത്യമായിട്ട് കേൾക്കും വേണം എന്ന് രാജാവ് തീരുമാനിച്ചു. നീതിമാനാണ് അദ്ദേഹം. ഭരണത്തിനും അധികാരത്തിനും നേതൃത്വത്തിനും അർഹതയുള്ള മനുഷ്യനുമായിരുന്നു റഹിമഹുല്ല. അങ്ങനെ ഫഅർസല ഇലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളടുത്തേക്ക് ആളുകളെ പറഞ്ഞയച്ചു. വദഅഹും, അവരോട് കൊട്ടാരത്തിൽ ഹാജരാകാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു. ഫഹളറൂ, അവർ ഒരുമിച്ചുകൂടി. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? അവരോട് ഇങ്ങോട്ട് വരാൻ. വകാനു ഖദ് അജ്മഉ അല സിദ്ഖ്, സ്വാഭാവികമായിട്ടും അവർ ഭയപ്പെട്ടു. മുഅ്മിനീങ്ങൾ ഭയപ്പെട്ടു. കൊട്ടാരത്തിലേക്കാണ് വിളിക്കുന്നത്. മക്കയിലുണ്ടായിരുന്ന ആളുകൾ വന്നിട്ടുണ്ട്, ഹദിയ കൊടുത്തിട്ടുണ്ട്. അവരും മക്കക്കാരും ഈ ഹബശയുടെ രാജാവ് തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളും കണക്ഷനുകളും ഒക്കെ ഉള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ സ്വാധീനമുള്ളവരാണ് മക്കക്കാർ, അറിയപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുഅ്മിനീങ്ങൾ പേടിച്ചു. അപ്പോൾ അവർ ഏതാണെങ്കിലും ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു നേതാവായിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ പ്രാപ്തനായിക്കൊണ്ട് ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചോളാം, വിഷയം ഞാൻ പറഞ്ഞോളാം. എന്താണ് വരിക? അവർക്ക് പേടിയുണ്ട്, ഭീഷണിയുണ്ട്. പക്ഷെ അവർ കൃത്യമായൊരു തീരുമാനത്തിലെത്തി. എന്ത് തന്നെ വന്നാലും സത്യം മാത്രമേ പറയാവൂ. അതാണ്, എന്ത് തന്നെ വന്നാലും സത്യം മാത്രമേ പറയാവൂ. ഒരിക്കലും കളവ് പറയരുത്, ചതിയും വഞ്ചനയും നമ്മുടെ ഭാഗത്ത് സ്വീകരിക്കരുത്. തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭീഷണികളും സമ്മർദ്ദങ്ങളും ആളുകളുടെ ഭാഗത്തിൽ എതിർപ്പുകളും ഉപദ്രവകാരികളും അക്രമകാരികളും കുതന്ത്രത്തിൻ്റെ ആളുകളും പലരോടും നേരിടേണ്ടി വരും. പലരും ഒരു പക്ഷേ ഭീഷണിയുമായി വരും. സത്യം അത് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇൻ തസ്ദുഖ് മഅല്ലാഹി യസ്ദുഖുക്, അള്ളാഹുവിനോട് നീ സത്യസന്ധത പുലർത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ നിന്നെ സത്യവാനായിട്ട് അള്ളാഹു തആല അത് ആ സത്യാവസ്ഥ, നിന്റെ നിജസ്ഥിതി, നിന്റെ സത്യാവസ്ഥ അള്ളാഹു അത് പുലർത്തി കാണിച്ചു തരിക തന്നെ ചെയ്യും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. വകാനു ഖദ് അജ്മഉ അല സിദ്ഖി കാഇനം മാ കാൻ, എന്ത് തന്നെ വന്നാലും സത്യേ പറയാവൂ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുന്നിൽ എന്നവർ തീരുമാനമെടുത്തു ഏകാഭിപ്രായത്തിൽ. വഖാല ലഹും അന്നജാശി, ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമായിരുന്നു അവരുടെ അമീറായിക്കൊണ്ട് സംസാരിക്കാൻ അവിടെ മുന്നോട്ട് വന്നത്. നജാശി രാജാവ് അവരോട് ചോദിച്ചു, മഹാദീനുല്ലദീ ഫാറഖ്തും ഫീഹി ഖൗമക്കും, നിങ്ങളുടെ ജനങ്ങളുടെ ആദർശം സ്വീകരിക്കാതെ നിങ്ങൾ വേർപിരിഞ്ഞ് കൂട്ടം തിരിഞ്ഞ് തെറ്റിപ്പോന്ന ദീൻ എന്താണ്? വലം തദ്ഖുലൂ ബിഹി ഫീ ദീനി, എന്നാൽ എൻ്റെ ദീനിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല. വലാ ദീനി അഹദിൻ മിൻ ഹാദിഹിൽ മിലൽ, ഇന്ന് ലോകത്ത് അറിയപ്പെട്ട നിലവിലുള്ള ഒരു മാർഗത്തിലും നിങ്ങൾ കടന്നിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല. എൻ്റെതുമില്ല, നിങ്ങളെ നാട്ടുകാരതുമില്ല. ലോകത്ത് നിലവിൽ ജൂതമതൻ്റെ ആൾ മജൂസികളോടുണ്ട്, മറ്റുള്ള കുഫാർ പുജാറുകൾ ലോകത്തുണ്ട്. ലോകം മുഴുവൻ ഇരുൾ മുറ്റിയ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദുമായി ഇവിടെ വന്നത്. ലോകം മുഴുവനും ഇരുൾ മുറ്റിയ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രവാചകനായിട്ട് അയച്ചതാണ്. അന്ന് ലോകത്ത് പരിചയമില്ലാത്ത ഏത് ദീനാണ് നിങ്ങളത്? അപ്പോൾ കാല ജാഫർ ബിൻ അബി താലിബിൻ റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകാന ഹുവൽ മുതകല്ലിം അലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി അവിടെ സംസാരിക്കാൻ അദ്ദേഹമാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ മലിക്, രാജാവായിട്ടുള്ളവരെ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾക്ക് എന്താണ് ദീന്, എന്താണ് ഇസ്ലാം, എന്താണ് ആദർശം ഒന്നും അറിയാത്ത വിഡ്ഢിത്തരം മാത്രമുള്ള ജാഹിലിയത്തും ഇസ്ലാമിൻ്റെ മുമ്പുള്ള കാലഘട്ടം, അത് ആ ജാഹിലിയത്തിൻ്റെ ആളുകളായിരുന്നു ഞങ്ങൾ. നാബുദുൽ അസ്നാമ വനഅകുലുൽ മൈത, ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, ശവങ്ങളെ കഴിക്കുന്നവരായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ, വ്യഭിചാരമടക്കമുള്ള നീചമായ പ്രവൃത്തികൾ പലതും ചെയ്യുന്നവരായിരുന്നു. വനഖതുഉൽ അർഹാം, കുടുംബബന്ധം മുറിക്കുന്നവരായിരുന്നു. വനുസീഉൽ ജിവാർ, അയൽവാസികളോട് ഞങ്ങൾ ചീത്ത സ്വഭാവം പെരുമാറ്റം കാണിക്കുന്നവരായിരുന്നു അയൽപക്ക ബന്ധങ്ങളിൽ. വയഅകുലു മിന്നൽ ഖവിയ്യുൽ ലഈഫ്, ഞങ്ങളിൽ കയ്യൂക്കും കരുത്തുമുള്ളവൻ ബലഹീനരായ ആളുകളെ ഭക്ഷിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നു. നീതിയും സത്യം ന്യായമൊന്നും ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു. ഫകുന്ന അലാ ദാലിക്, ഈ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത്. അങ്ങനെ ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്ന, ഞങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ അള്ളാഹു ഞങ്ങളിലേക്ക് അയക്കുകയാണ്. നാരിഫു നസബഹു, അദ്ദേഹത്തിൻ്റെ കുടുംബം പാരമ്പര്യം എന്താണ് ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഞങ്ങൾക്കറിയാം. വഅമാനതഹു വഅഫാഫഹു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചാരിത്ര ശുദ്ധി ഞങ്ങൾക്കറിയാം. ഇത്ര ഉത്തമനായൊരു മനുഷ്യനായിരുന്നു. അത് മുശ്രിക്കീങ്ങൾ കുഫാറുകൾ എല്ലാവരും അംഗീകരിച്ചതാണ്. ഖുറൈശികൾ അൽ അമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഫദഅന ഇലല്ലാഹി, അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു.
ലിനുവഹിദഹു വനഅബ്ദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ യഥാർത്ഥ ഹക്കായ മഅബൂദുള്ളൂ. ആ ആദർശത്തിലേക്ക് ക്ഷണിച്ചു. വനഖ്ലഅ മാ കുന്നാ നഅബ്ദു നഹ്നു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറത്തി വൽ ഔഥാൻ, കല്ലുകൾ, വിഗ്രഹങ്ങൾ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്നത് ഇതിനൊക്കെയായിരുന്നു. കല്ലുകൾ ആരാധിച്ചിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. ആ പറയുന്നത് മുഴുവനും ഒഴിവാക്കന്നെ വേണം എന്ന് അദ്ദേഹം ഞങ്ങളോട് നിർബന്ധിച്ചു. വഅമറനാ ബിസിദ്ഖിൽ ഹദീദ്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, കളവ് പറയരുതൊരിക്കലും, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. വഅദാഇൽ അമാന, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് കൃത്യമായി അത് വീട്ടാൻ തയ്യാറാകണം. എന്തെന്നെയാണെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യത്തിൽ വഞ്ചകന്മാരാകരുത്, ചതിയന്മാരാകരുത്. വസീലത്തുർ റഹമി, കുടുംബബന്ധം ചേർക്കണം. വഹുസ്നിൽ ജിവാർ, അയൽവാസ ബന്ധങ്ങൾ, അയൽവാസികളുമായുള്ള ബന്ധങ്ങൾ നന്നാക്കണം. വൽകഫി അനിൽ മഹാരിമി വദ്ദിമ, ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ മാറി നിൽക്കണം. ആളുകളുടെ രക്തം ചിന്താൻ പാടില്ല, അത് ഒഴിവാക്കണം. ആക്രമിച്ചുകൊണ്ടോ കൊല നടത്തിക്കൊണ്ടൊന്നും പാടില്ല. വനഹാന അനിൽ ഫവാഹിഷി, നീചമായ നികൃഷ്ടമായ വ്യഭിചാരം പോലത്തെ, ലിവാത്ത് പോലത്തെ ഇങ്ങനത്തെ വൃത്തികേടിൽ നിങ്ങൾ വിരോധിച്ചു. വഖൗലി സൂർ, കള്ളസാക്ഷി നിൽക്കാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവൻ അനുകൂലമായി കണ്ട് പുറത്തു പോയിട്ട് കള്ളസാക്ഷി പറയാൻ പാടില്ല. വാക്കിലി മാലിൽ യതീം, അനാഥരുടെ ധനം ഒരിക്കലും അന്യായമായി ഉപയോഗിക്കാൻ പാടില്ല. വഖദ് ഫിൽ മുഹ്സനാത്തി, ചാരിത്രശുദ്ധിയിൽ ജീവിക്കുന്ന സ്ത്രീകളെ അപവാദം പറയാൻ പാടില്ല. ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരാൾക്കൊരു പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ആകർഷണമുണ്ട്, പോകാൻ ആവശ്യമുള്ള കാര്യം നേടാൻ പറ്റിയില്ല, കിട്ടിയാൻ പറ്റില്ല, പിന്നെ ആ പെണ്ണിനെ പലതും പറഞ്ഞു പരത്തുമായിരുന്നു. വഅമറനാ അൻ നഅബ്ദുല്ലാഹ വഹ്ദഹ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഞങ്ങളോട് അങ്ങനെ കൽപ്പിച്ചു. ലാ നുശ്രിക ബിഹി ഷൈഅ, ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. വഅമറനാ ബിസ്സല, നിസ്കാരം കൊണ്ട് ഞങ്ങളോട് ആ പ്രവാചകൻ കൽപ്പിച്ചു. വസ്സകാത്തി, ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്ന് ദാനം നൽകാൻ വേണ്ടി നിർബന്ധം സുന്നത്തുമായ. വസ്സിയാമി, നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു. റമദാൻ മാസത്തെ നോമ്പ് ഈ പറയുന്ന സമയത്ത് നിർബന്ധമാണോ അല്ലെന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണെങ്കിൽ സുന്നത്തായിട്ടുള്ള മറ്റുള്ള മുഹറം 9, 10 നോമ്പ് പോലത്തെ നോമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ. ഫഅദ്ദദ അലൈഹി ഉമൂറൽ ഇസ്ലാം, ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായ ഈ ഉത്തമമായ വിശേഷണങ്ങളും അതിൻ്റെ അധ്യാപനങ്ങളും രാജാവിൻ്റെ മുന്നിൽ എണ്ണി പറഞ്ഞു കൊടുത്തു. ഇത്രയൊക്കെ ഈ പ്രവാചകൻ ഞങ്ങളോട് വന്ന് പറഞ്ഞ സമയത്ത് ഫസദ്ദഖ്നാഹു വആമന്നാ ബിഹി, ആ പ്രവാചകൻ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. വത്തബഅനാഹു അലാ മാ ജാഅനാ ബിഹി മിൻ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അദ്ദേഹം ഞങ്ങൾക്ക് കൊണ്ടുവന്നത് ആ പ്രവാചകനോട് ഞങ്ങൾ അതിൽ പിന്തുടരാൻ തയ്യാറായി. ഫഅബദ്നല്ലാഹ വഹ്ദഹ്, അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ഫലം നുശ്രിക ബിഹി ഷൈആ, അവനോട് ഞങ്ങളൊന്നിനും പങ്കു ചേർക്കലില്ല. വഹറംനാ മാ ഹറമ അലൈന, ആ പ്രവാചകൻ ഇന്നതുമൊക്കെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യം അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഒഴിവാക്കി. വഅഹ്ലൽനാ മാ അഹല്ല ലനാ, ആ പ്രവാചകൻ ഞങ്ങൾക്ക് അനുവാദിച്ചു തന്ന ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ അനുവാദമുള്ളതാണ് എന്ന് പറഞ്ഞതെന്നൊക്കെ ഞങ്ങളും അത് ഹലാലായി സ്വീകരിച്ചു, ഉപയോഗിക്കാനും കൊണ്ടുവരാനും തയ്യാറായി. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഫഅദാ അലൈന ഖൗമുന, ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു. ഫഅദ്ദബൂന, അവർ ഞങ്ങളെ പല നിലക്കുള്ള നിലക്കും ശിക്ഷിച്ചു. വഫതനൂന അൻ ദീനിന, ഞങ്ങളുടെ ഈ ആദർശത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ, ആദർശം ഒഴിവാക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും അവർ ഞങ്ങളുടെ നേർക്ക് തിരിച്ചുവിട്ടു. ലിയറുദ്ദൂന ഇലാ ഇബാദത്തിൽ ഔസാനി മിൻ ഇബാദത്തിൽ, ഉന്നതനായ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വേണ്ടി അതിലേക്ക് തന്നെ വീണ്ടും ഞങ്ങളെ മടക്കിക്കൊണ്ടുപോകാൻ. വഅൻ നസ്തഹില്ല മാ കുന്നാ നസ്തഹില്ലു മിനൽ ഖബായിദ്, വൃത്തികേടുകൾ പലതും ഞങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു, അതൊക്കെ വീണ്ടും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി. ഫലമ്മാ ഖഹറൂന വളമൂന, അവർ ഭീഷണിപ്പെടുത്തി, അവർ ഞങ്ങൾ ആക്രമിച്ചു. വളയ്യഖു അലൈന, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് കുടുസാക്കി, ഇടുങ്ങിയതാക്കി. അങ്ങനെ വന്നു. വഹാലു ബൈനന വബൈന ദീനിന, ഞങ്ങൾ സ്വീകരിച്ച ആദർശത്തിൻ്റെ ഞങ്ങളുടെ ഇടയിൽ അവർ തടസ്സം സൃഷ്ടിച്ചപ്പോൾ ഖറജ്നാ ഇലാ ബിലാദിക്, അങ്ങനെ നിസ്സഹായരായിട്ട് അഭയാർത്ഥികളായിട്ട് ഗതികെട്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. വഖ്തർനാക അലാ മൻ സിവാക്, നിങ്ങളല്ലാതെ ഈ ലോകം ഭരിക്കുന്ന പല നാട്ടിലും രാജാക്കന്മാരും ചക്രവർത്തിമാരും അഹങ്കാരികളും ധിക്കാരികളുമുണ്ട്. പക്ഷെ അവരൊന്നും ഇതിന് പറ്റൂല എന്ന് തീരുമാനിച്ച് നിങ്ങളെ മാത്രം ഞങ്ങൾ തിരഞ്ഞെടുക്കുക ചെയ്തത്. വറഗിബ്നാ ഫീ ജിവാരിക്, നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു. വറജൗന അല്ലാ നുളന ഇൻദക അയ്യുഹൽ മലിക്, ആദരണീയനായ രാജാവേ, നിങ്ങളുടെ അടുത്തൊരിക്കലും ഞങ്ങൾ ഒരു ഉപദ്രവവും പ്രയാസം നേരിടൂല എന്ന പ്രതീക്ഷയിലാണ്. കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി മഹാനായ ആ സഹാബി ആ രാജാവിൻ്റെ മുന്നിൽ അവരുടെ വിഷയം അവതരിപ്പിച്ചു. ഇതിലൊരു കളവുമില്ല, ഇതിലൊരു വഞ്ചനയില്ല, ഇതിലൊരു വളച്ചുകെട്ടുമില്ല, സത്യം സത്യമായി അയാൾ പറഞ്ഞു.
ഫഖാല ലഹു നജ്ജാശി. അപ്പൊ നജ്ജാശി രാജാവ് ഇത് മുഴുവൻ കേട്ട സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൽ മഅക മിമ്മാ ജാഅ ബിഹി അനില്ലാഹി മിൻ ഷൈ. അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നിങ്ങളുടെ പ്രവാചകൻ അവകാശപ്പെടുന്ന എന്തെങ്കിലും നിന്റെ കൂടെയുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? നല്ല പക്വതയുള്ള രാജാവ് റഹിമഹുല്ല. അപ്പൊ ജാഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, നഅം, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ആ പ്രവാചകൻ ഞങ്ങൾക്ക് കൊണ്ടുവന്ന രേഖകളും തെളിവുമുണ്ട്. ഫഖാല ലഹു നജ്ജാശി ഫഖറഅഹു അലയ്യ, ഉണ്ടെങ്കിൽ അത് എനിക്കൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടാണ്. ഫഖറഅ അലൈഹി സദ്റൻ മിൻ സൂറത്തി മറിയം കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് പറയുന്ന സൂറത്ത് മറിയമിന്റെ ആരംഭം അദ്ദേഹം അവിടെ വെച്ച് പാരായണം ചെയ്തു. ജാഫർ റളിയല്ലാഹു അൻഹു അതിന്റെ തുടക്കം. ഫബക്കാ വല്ലാഹി അൻ നജ്ജാശി, ഈ പറയുന്ന ഖുർആനിന്റെ അധ്യാപനങ്ങൾ ആയാത്തുകൾ കേട്ട സമയത്ത് മഹാനായ ചക്രവർത്തി കരഞ്ഞുപോയി. ഹത്ത ഖല്ലത്ത് ലഹിയതുഹു, കരഞ്ഞ് കണ്ണുനീരൊഴുകിയിട്ട് അദ്ദേഹത്തിന്റെ താടി മുഴുവൻ കുതിർന്നു പോയി. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഖുർആൻ കേട്ട് നമുക്ക് അനുഭവം എന്താണുള്ളത് എന്ന് പരിശോധിക്കാവുന്നതാണ്. മഹാനായ ആ രാജാവ്, ആ ചക്രവർത്തി കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ മുഴുവനും കുതിർന്നു പോയി. വബക്കത്ത് അസാഖിഫത്തുഹു, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിഷപ്പുമാരുണ്ടായിരുന്നു, നസാറ മതത്തിലുള്ള വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന തൗറാത്തിലും ഈസാ നബിയുടെ ഇൻജീലിലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ, സന്തോഷ വാർത്ത കൃത്യമായിട്ട് തെളിവോടുകൂടെ, റസൂലിന്റെ അടയാളങ്ങളോടുകൂടെ, ആ റസൂലിന്റെ അനുയായികൾ ആരായിരിക്കും, അവർക്ക് അനുഭവപ്പെടുന്നത് എന്തൊക്കെയായിരിക്കും, കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതിലുണ്ട്. ഹത്ത വബക്കത്ത് അസാഖിഫത്തുഹു, അദ്ദേഹത്തിന്റെ ബിഷപ്പുമാരും കരഞ്ഞു. ഹത്ത ഖല്ലല്ലു മസാഹിഫഹും, അവരുടെ മുന്നിൽ നിരത്തി വെച്ച് മറിച്ചു വെച്ചിരുന്ന അവരുടെ ആ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നനഞ്ഞു കുതിർന്നു. ഹീന സമിഉ മാ തലാ അലൈഹിം, ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്ത ഖുർആനിന്റെ അധ്യാപനങ്ങൾ അവർ കേട്ട സമയത്ത് അതിൽ സക്കരിയ നബിയുടെ അനുഭവങ്ങൾ പറയുന്നു. കുഞ്ഞില്ലാതെ അദ്ദേഹത്തിന്റെ ദുആ അതിൽ അല്ലാഹു പറയുന്നു. അതിന്റെ ശേഷം നസാറാക്കൾ ബഹുമാനാദരവോടെ കാണുന്ന മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. ഈസാ നബി ആരാണ് എന്നുള്ളത് കൃത്യമായ ദീൻ അതിൽ പറയുന്നു. ഈസാ നബി പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, അള്ളാഹുവിന്റെ വചനമാണ്. ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട അവരുടെ ഗ്രന്ഥങ്ങൾ ഈസാ നബിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മാതാവിനെക്കുറിച്ചും പല ജാതി അതിശയോക്തമായ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ രാജാവ് യഥാർത്ഥ തൗഹീദുള്ള പ്രവാചകൻ ഈസാ നബി കൊണ്ടുവന്ന ദീനിൽ അടിയുറച്ച ഒരു മുവഹിദായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, സത്യം മനസ്സിലായി. അങ്ങനെ ആ സത്യം അദ്ദേഹം കേട്ട സമയത്താണ് കരഞ്ഞത്. തുമ്മ ഖാല ലഹു നജ്ജാശി, ഈ പറയുന്ന ആയാത്തുകൾ പാരായണം ചെയ്തത് നജ്ജാശി കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി ഈസ, നിശ്ചയം ഈ പറയുന്ന ആയാത്തുകൾ അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നതും ലയഖ്റുജു മിൻ മിഷ്കാത്തിൻ വാഹിദ, ഇതൊക്കെ പുറപ്പെടുന്നത് ഒരു പൊത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സോഴ്സിൽ നിന്നാണ് വരുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ആയാത്തുകളും വഹയുമാണ് ഈസാ നബി കൊണ്ടുവന്നത്. ഈ പറയുന്ന ആയാത്തുകളും അള്ളാഹുവിന്റെ വഹയാണ്, സത്യം കൃത്യമാണ്, കാര്യം വ്യക്തമാണ്. ഒരു മിഷ്കാത്തിൽ, ഒരൊറ്റ പൊത്തിൽ നിന്ന്, ഒരു സോഴ്സിൽ നിന്ന്, ഒരു ഭാഗത്തിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഇൻത്വലിഖ, ഇത്രയും കാര്യങ്ങൾ രാജാവ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് ഇൻത്വലിഖ, നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോളി. മക്കയിൽ നിന്ന് വന്ന മുശ്രിക്കുകളായ അംർ ബിൻ ആസിയോടും അബ്ദുല്ലാഹ് ബിൻ അബി റബീഅയോടുമാണ് നിങ്ങൾ പൊയ്ക്കോളി. ഫലാ വല്ലാഹി ലാ ഉസല്ലിമുഹും ഇലൈക്കും, അല്ലാഹുവാണ് സത്യം, ഈ മുഅ്മിനീങ്ങളെ മുവഹിദീങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തരുകയില്ല. വലാ യുകാദൂൻ, ഒരു ചതിയും വഞ്ചനയും അവരുടെ കാര്യത്തിൽ ഇവിടെ നടക്കപ്പെടുകയില്ല. ഒരാളും അതിന് ഞാൻ അനുവദിക്കൂല. രാജാവ് കൃത്യമായൊരു നിലപാട് പറഞ്ഞു. യുഖാതിബു അംർ ബിനുൽ ആസി വസാഹിബഹു, അംർ ബിൻ ആസിയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അബ്ദുല്ലാഹ് ബിൻ അബി റബീഅയോടും അവരോട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വലാ യുകാദൂൻ, ഒരു ചതിയും വഞ്ചനയുമായിട്ട് ഇവിടെ വരരുത്, നമ്മൾക്ക് ഈ കളി നടക്കൂല എന്ന്. ഫഖറജ, അവർ രണ്ടാളും വെറും കൈയോടെ, പോയ കാര്യം നടക്കാതെ ആ കൊട്ടാരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഫലമ്മാ ഖറജ, അവിടുന്ന് പുറത്തു പോകുന്ന സമയത്ത് അംർ ബിൻ ആസി വളരെ സമർത്ഥനായ, വളരെ തന്ത്രജ്ഞനായ ഒരു വ്യക്തിയായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ അബി റബീഅയോട് പറഞ്ഞു, വല്ലാഹി ലാ ആതിയന്നഹു ഗദൻ അൻഹും ബിമാ അസ്തഅസിലു ബിഹി ഖളറാഅഹും, വിട്ടുകൊടുക്കൂല, ഞാൻ വന്ന ലക്ഷ്യം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോകൂല. നാളെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഈ ആളുകളെ കുറിച്ച് അവരുടെ പച്ചപ്പ് തുടച്ചു നീക്കുന്ന തെളിവുമായി ഞാൻ രാജാവിൻ്റെ മുന്നിൽ ചെല്ലും. വിട്ടുകൊടുക്കൂല. അവരുടെ പച്ചപ്പ് തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരുടെ ആ തെളിവുകളും രേഖകളും മുഴുവൻ തകർക്കുന്ന നിലക്കുള്ള വ്യക്തമായ തെളിവുമായിട്ട് ഞാൻ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബി റബീഅ അല്പം മഴയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലാ തഫൽ, ചെയ്യണ്ട,
പാവങ്ങളല്ലേ, ഫഇന്നലഹും അർഹാമൻ, നമ്മൾ അവർക്ക് കുടുംബ ബന്ധമുണ്ടല്ലോ, ആദർശത്തിലല്ലേ വെറുപ്പുള്ളൂ. വഇൻകാനൂ ഖദ് ഖാലഫൂന, ആദർശത്തിൽ അവർ നമ്മോട് എതിരാണെങ്കിൽ പോലും നമ്മൾക്ക് കുടുംബം ബന്ധും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. രാജാവ് അവരെന്തേലും ശിക്ഷിക്കുക അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസപ്പെടുത്തുക ചെയ്താൽ അത് നമ്മൾ കാണ്ടി വരൂലേ എന്ന് പറഞ്ഞു. അമ്രുബിൻ ആസി അസറ അമ്രുൻ അലാ റഈ, ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കൂല, അത് പറ്റൂല, അവരെ നമ്മൾ രാജാവിൻ്റെ അടുത്ത് പോയി തെളിവും കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ട് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം നിലപാടെടുത്തു. അങ്ങനെ ഫലമ്മാ കാനൽ ഗദു, പിറ്റേ ദിവസമായ സമയത്ത് ഖാലലിൻ നജാശി, നജാശിയിലേക്ക് വിവരം കൊടുത്തയച്ചു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആളുകളൊക്കെ ഉണ്ടാകും, അവരോട് പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം കൂടി പ്രത്യേകമായി ഇന്നലെ പറയാത്തൊന്ന് പറയാനുണ്ട്, ഒരവസരം വേണം. അങ്ങനെ രാജാവിற்கு അനുവാദം കൊടുത്തു. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന സമയത്താണ് അയ്യുഹൽ മലിക്കു, രാജാവായിട്ടുള്ളവരെ, ഇന്നഹും യഖൂലൂന ഫീ ഈസ ബനി മറിയം ഖൗലൻ അദീമ, നിങ്ങളൊക്കെ ബഹുമാനാദരവോടെ കാണുന്ന നസാറാക്കൾ അള്ളാഹുവിന്റെ പുത്രനാണ്, മൂന്നിലൊരാളാണ് എന്നൊക്കെ പറയുന്ന ഇലാഹാണ് എന്ന് പറയുന്ന ഈസാ നബിനെ കുറിച്ച്, മറിയമിന്റെ പുത്രനായ ഈസയെക്കുറിച്ച് അവർ വലിയ ഒരു അപരാധം പറഞ്ഞ് പരത്തുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഒരിക്കലും ഇവിടെ പൊറുപ്പിക്കൂല, നിങ്ങൾ നിലനിർത്തൂല. അപ്പോൾ അർസല ഇലൈഹിം നജാശി, നജാശി രണ്ടാമതും ഈ മുസ്ലിമീങ്ങളുടെ ഈ മുഹാജിറുകളുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. യസ്അലുഹും അൻ ഖൗലിഹിം ഫിൽ മസീഹി, ഈസാ നബിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സുബ്ഹാനല്ലാഹ്. അവിടെ നസാറാക്കൾ പറയുന്നു അള്ളാഹുവിന്റെ പുത്രനാണ്, മൂന്നിലൊരാളാണ്, ഇലാഹാണ് എന്ന് പറയാം. ഇവർ പറയാം അള്ളാഹുവിന്റെ അടിമയാണ്. എത്ര വിരോധമായ രണ്ട് വാക്കുകളാണ്. അപ്പൊ ആ ബഹുമാനാദരവോടെ കാണുന്ന മനുഷ്യനെ കുറിച്ച് ഇവരിത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പച്ചപ്പൊക്കെ അതോടുകൂടെ മങ്ങും എന്നാണ് ഈ മുശ്രിക്കുകളായ രണ്ട് പ്രതിനിധികൾ വിചാരിച്ചത്. മുസ്ലിമീങ്ങളും തന്നെ രണ്ടാമത് വീണ്ടും വിളിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈസാ നബിയെ കുറിച്ച് ഇങ്ങനത്തെ പരാതികളാണ് പറയുന്നത് കേൾക്കുന്നു. അവർ വീണ്ടും പേടിച്ചു. പക്ഷേ വലാക്കിൻ അജ്മഉ അല സിദ്ഖ്, എന്തു തന്നെയാണെങ്കിലും സത്യം തന്നെ പറയുക, കളവൊന്നും പറയണ്ട എന്നുള്ള ആ തീരുമാനത്തിൽ അവരെത്തി. കാഇനമ്മാക്കാൻ, എന്തു വന്നാലും. അങ്ങനെ ഫലമ്മാ ദഖലു അലൈഹി വസഅലഹും, രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ കടന്നു ചെന്നു. രാജാവ് അവരോട് ചോദിച്ചു. അപ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, നഖൂലു ഫീഹി, ഞങ്ങൾക്ക് ഈസാ നബിയെ കുറിച്ച് പറയാനുള്ളത് അല്ലദീ ജാഅനാ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് കൊടുന്ന് കേൾപ്പിച്ചു തന്ന ആ വചനങ്ങളാണ്. ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു വറൂഹുഹു വകലിമതുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അവന്റെ ദൂതനാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ റൂഹ, ആത്മാവ് അദ്ദേഹത്തിന് നൽകിയ ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന ആ വചനത്തിനാൽ ഉണ്ടായ ഒരു സൃഷ്ടിയാണ്. അതല്ലാതെ ഒരു ഭർത്താവിൽ നിന്ന്, ഒരു പുരുഷനിൽ നിന്നുണ്ടായതല്ല. അൽഖഹ ഇലാ മറിയം അൽ അദ്റാ അൽ ബത്തൂൽ, കന്യകയായ സുരക്ഷിതയായ ചാരിത്രശുദ്ധിയുള്ള മറിയമിലേക്ക് ആ വചനത്തിനെ ഇട്ടു അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം. അങ്ങനെ അതിനാലുണ്ടായ കുഞ്ഞാണ്, ആ കുട്ടിയാണ്. അദ്ദേഹം വളർന്നു വലുതായി അള്ളാഹുവിന്റെ സന്ദേശവുമായി അയക്കപ്പെട്ട റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫഅഖദൻ നജാശി, അപ്പൊ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഒക്കെ കഴിഞ്ഞു, നടന്നു എന്നുള്ള. അപ്പൊ ഫഅഖദൻ നജാശി ഊദൻ മിനൽ അർദ്, ആ രാജാവ് അവിടെ കൊട്ടാരത്തിൽ അവിടെ ഭൂമിയിൽ നിന്നുള്ള നിരത്ത് നിന്ന് ഒരു മരത്തിന്റെ ഒരു ചെറിയ ഒരു കൊള്ളി കഷ്ണം എടുത്തു, ഒരു ചെറിയ വർഗിന്റെ കഷ്ണം. സുമ്മ ഖാല, പിന്നീട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാകുന്ന സത്യം, മാ അദാ ഈസ ഇബ്ന മറിയം മാ ഖുൽത ഹാദൽ ഊദ്, നീ ഈ പറഞ്ഞതും അതിലേറെ ഈ കൊള്ളിക്കഷ്ണം അത്ര ദൂരം നീ പറഞ്ഞതും ഈസാ നബി പറഞ്ഞതും വിട്ടു പോയിട്ടില്ല. കൃത്യമാണ് നീ പറഞ്ഞത്. ഇത് തന്നെയാണ് ഈസാ നബിയും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, മറിയമിന് ഒരു ഭർത്താവില്ലാതെ പുരുഷനില്ലാതെ ഉണ്ടായ ഒരു കുട്ടിയാണ്, അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന വചനത്താലാണ് ആ വാക്കെന്നെ പറഞ്ഞത്. ഇതിലേറെ ഈ ഒരു ഗ്യാപ്പ് പോലും നീ പറഞ്ഞതും ഈസ പറഞ്ഞതും തമ്മിൽ ഈ പറയുന്ന ഒരു ഗ്യാപ്പ്, ഒരു അകലം പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പോ കാര്യം പുറത്തായി. ഫതനാഖറത്ത് ബത്താരിഖത്തുഹു, അവിടെയുള്ള പുരോഹിതന്മാരും അവിടെയുള്ള അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ബിഷപ്പുമാരും അവർ ശബ്ദിക്കാൻ തുടങ്ങി. അവർക്ക് അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം യഥാർത്ഥ ഈസാ നബി കൊണ്ടുവന്ന ദീനിലാണ് രാജാവ് എന്ന്. മറ്റുള്ളവർ നസാറ മതത്തിലായിരുന്നു, ദുർവ്യാഖ്യാനിക്കപ്പെട്ട ആ ആദർശത്തിലായിരുന്നു. രാജാവ് ഇത് പറഞ്ഞപ്പോൾ അവർ ശബ്ദിക്കാൻ തുടങ്ങി. ഫഖാല വഇൻ നഖർതും വല്ലാഹ്, നിങ്ങൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾ എന്ത് തന്നെ ഭീഷണി കൊണ്ടുവന്നാലും സത്യം ഇത് തന്നെയാണ് എന്ന് ആ മനുഷ്യൻ അവിടെ വെച്ച് പറഞ്ഞു. സുമ്മ ഖാല ലിൽ മുസ്ലിമീൻ, അതിന്റെ ശേഷം അദ്ദേഹം മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഇദ്ഹബു, നിങ്ങൾ പോയി കോളി. ഫഅൻതും ശയ്യൂമുൻ ബി അർളി, ശയ്യൂം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭാഷയിൽ, ഈ പറയുന്ന ഹബിഷയിലുള്ള ഭാഷയിൽ അതിൻ്റെ അർത്ഥം വിശ്വസ്തരാണ്, സുരക്ഷിതരാണ് എന്നുള്ള അർത്ഥത്തിൽ അറബിയിലുള്ള അതിൻ്റെ വാക്കാണ്.
നിങ്ങൾ പോകൂ, ഇവിടെ നിന്ന് പോയിക്കോളൂ. അന്തും ഷയ്യൂമും ബി അർദി, എൻ്റെ ഈ നാട്ടിൽ നിങ്ങൾ പൂർണ്ണ സുരക്ഷിതരായിരിക്കും. അൽ ആമിനൂൻ എന്നാണ് അതിൻ്റെ അർത്ഥം, സുരക്ഷിതരാണ്. മൻ സബ്ബക്കും ഗരിം, മൻ സബ്ബക്കും ഗരിം, മൻ സബ്ബക്കും ഗരിം. നിങ്ങൾ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, മറ്റുള്ള ഭീഷണിയൊന്നും വേണ്ട, ആക്രമിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചീത്ത വിളിച്ചാൽ അവന് ഫൈനിടും ഞാൻ എന്ന് പറഞ്ഞു. ഗരിമാണെന്ന് അവന് ഫൈനിടും 3 പ്രാവശ്യം. ഒരു ഭീഷണിയും നേരിടാതെ പൂർണ്ണ സുരക്ഷിതരായി നിങ്ങൾ എൻ്റെ നാട്ടിൽ ജീവിച്ചോളി എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞു, മാ ഉഹിബ്ബു, ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അന്നലി ദബറം മിൻ ദഹബിൻ, സ്വർണത്തിനാൽ വലിയൊരു പർവ്വതം, ഒരു കൂമ്പാരം എനിക്ക് ഒരാൾ തരിക എന്ന് വെക്കുക. വ ഇന്നി ആദൈതു റജുലം മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് പകരം സ്വർണത്തിന്റെ വലിയൊരു കൂമ്പാരം ആരെങ്കിലും എനിക്ക് ഓഫർ ചെയ്താൽ പോലും എനിക്കതിഷ്ടല്ല. ഒരു മനുഷ്യരെ പോലും. ദബർ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ വലിയൊരു കൂമ്പാരം, അതല്ലെങ്കിൽ വലിയ ഒരു പർവ്വതം, അതിനൊക്കെയാണ് ദബർ എന്ന് പറയുന്നത്. പൊന്നിനാലിൽ ഒരു മല, ഒരു കുന്ന് ഒരാൾ എനിക്ക് തരാം, ഇവരിൽപ്പെട്ട ഒരാളെ നിങ്ങളൊന്ന് ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് ഇഷ്ടപ്പെടുകയില്ല, എനിക്കത് വേണ്ടയാണ്. തുമ്മ കാലലി ഹാഷിയത്തിഹി, പിന്നെ അദ്ദേഹത്തിന്റെ ജോലിക്കാരും അവിടുത്തെ പാറാവുകാരും അവിടുത്തെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞു, റുദ്ദു അലൈഹിമ ഹദായാഹുമ, അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവർക്ക് മടക്കി കൊടുത്തോളൂ. ഫലാ ഹാജത്ത് ലീ ബിഹാ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഫവല്ലാ, അള്ളാഹുവാകുന്ന സത്യം, മാ അഖദല്ലാഹു മിന്നി അർരിശ്വ ഹീന റദ്ദ അലയ്യ മുൽക്കി. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു, ശത്രുക്കൾ വന്നിട്ട് യുദ്ധം ചെയ്തിട്ട് പരാജയപ്പെടുത്തിയിട്ട് പിന്നെ വീണ്ടും അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തതാണ്. ആ സംഭവം പറയാണ് അദ്ദേഹം, അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ കയ്യിൽ നിന്ന് ഈ അധികാരം ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് തിരിച്ചു തന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയും കാര്യമൊന്നും വാങ്ങിയിട്ടില്ല, എന്തെങ്കിലും പകരം വാങ്ങിയിട്ടില്ല. ഫആഖുദു റിശ്വത ഫീ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ കൈക്കൂലി വാങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അത് സ്വീകരിച്ച് മനുഷ്യന്മാരെ ഉപദ്രവിച്ച് ഞാൻ കൈക്കൂലി വാങ്ങാൻ പോകുന്നില്ല. എനിക്ക് സമ്മാനം വേണ്ട, അവരുടെ ഭാഗത്തിൽ നിന്നുള്ള വേറെയുള്ള ഒരു ഓഫറും വേണ്ട. വമാ അതാഅ അന്നാസ ഫിയ്യ ഫഉതീഉഹും ഫീ, ആളുകൾക്ക് എന്നെ വഴിപ്പെടുന്ന അവരുടെ മാനസികാവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ്റെ വജുഹുദ്ദേശ് അവനെ ഞാൻ അനുസരിക്കും ഇവരുടെ കാര്യത്തിൽ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. പൂർണ്ണ സുരക്ഷിതരായി അവർ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവരെ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും വേണ്ടി വന്ന ആളുകൾ വെറും കൈയോടെ നിന്ദ്യരും നിസ്സഹായരുമായി അവരുടെ ബഹുമാനം ആദരവും ആ രാജാവിൻ്റെ മുന്നിൽ വിലപ്പോകാതെ, സമ്മാനങ്ങൾ വിലപ്പോകാതെ നാട്ടിലേക്ക് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി, ഹിജ്റ പോയി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്താണ് ഈ പറയുന്ന ആളുകൾ മുഹാജിരീങ്ങൾ മദീനയിലേക്ക് തിരിച്ചു ചെന്ന്. ഖൈബർ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധം ചെയ്ത് അതിൽ വിജയിച്ച് ജൂതന്മാരുടെ ഗനീമത്ത് മുതൽ വിഹിതം വെക്കുന്ന ആ സദസ്സിലേക്കാണ് ഇവർ ചെന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കാതെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധ മുതലിൽ നിന്നിട്ടുള്ള വിഹിതം നൽകുകയും ചെയ്തിരുന്നു. മറ്റുള്ള സ്വഹാബികൾ തൃപ്തിപ്പെട്ടത് കാരണം ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മുഖച്ഛായയും അതേ സ്വഭാവമുള്ള ആളായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് വളരെ ഇഷ്ടപ്പെട്ട ആളുമായിരുന്നു. മൂത്തത്ത് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം അതിൻ്റെ അമീറായി അന്ന് ഷഹീദായ ചരിത്രങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് വരും അദ്ദേഹത്തിൻ്റെത്. ഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഈ ചരിത്രം വിവരിച്ച ഉമ്മു സലമ റളിയല്ലാഹുവിനെ പറയാം. അബൂ സലമ, ഉമ്മു സലമ ഇവരൊക്കെ ആ സദസ്സിൽ ആ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്നു, ഹിജ്റ പോയയുടെ കൂട്ടത്തിൽ. ഈ ചരിത്രം അവർ വിവരിക്കുകയാണ്. അവർ പറയാണ്, ഫഖറജ മിൻ ഇൻദിഹി, ഈ 2 ആളുകൾ അംർ ബിൻ ആസിയും അതേപോലെ തന്നെ അബ്ദുല്ലാഹ് നബി റവാഹയും ആ രാജാവിൻ്റെ അടുത്ത് നിന്ന് അവർ പുറത്തു പോന്നു. മഖ്ബൂഹീൻ, അവർ നിന്ദ്യരായിട്ട് നീചരായിട്ട്, അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ സാധിക്കാതെ. മർദൂദൻ അലൈഹിമാ മാ ജാഅ ബിഹി, അവർ കൊണ്ടുവന്ന സമ്മാനം കാര്യങ്ങളൊക്കെ മടക്കപ്പെട്ടു. രാജാവ് അത് സ്വീകരിക്കുക പോലും ചെയ്തില്ല, അവഹേളിതരായി. വഅഖംനാ ഇൻദഹു, ഞങ്ങൾ ആ രാജാവിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ആ ഹബശയിൽ ജീവിച്ചു. ബിഖൈരി ദാരിൻ മഅ ഖൈരി ജാർ, ഏറ്റവും നല്ല ഭവനം, ഏറ്റവും നല്ല അയൽവാസി, ജീവിക്കാൻ പറ്റുന്ന നീതിമാനായ സത്യസന്ധനും വിശ്വസ്തനുമായ ഭരണാധികാരി. ആ അദ്ദേഹത്തിൻ്റെ നാട്, ആ പ്രദേശം ഏറ്റവും നല്ല സ്വസ്ഥതയുള്ള സ്ഥലമായി ഞങ്ങളവിടെ കഴിച്ചുകൂട്ടി. റഹിമല്ലാഹു ദാലിക്കൽ അന്നജാഷി റഹിമഹുല്ലാ, ദാലിക്കൽ മലിക് അന്നജാഷി റഹിമഹുല്ലാ. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ആ ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വദക്കറ വൈറുഹു അന്ന വിഫാത്ത്, ഇത് മറ്റൊരു സമയത്താണ് ഇവർ ഇങ്ങനെ അംർ ബിൻ ആസിയും അബ്ദുല്ലാഹ് ബിൻ അബി റബിയ നജാഷിയുടെ അടുത്തേക്ക് പോയത് എന്ന് വേറെയും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത് മുഴുവൻ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഈ സംഭവം ഹിജ്റയുടെ മുമ്പ് തന്നെയാണ് എന്നുള്ളതാണ് കുറച്ചുകൂടി പ്രബലമായി നമുക്ക് മനസ്സിലാകുന്നത് ചുരുക്കത്തിൽ. അങ്ങനെ പിന്നെ ഏതാണെങ്കിലും
മുശ്രിക്കീങ്ങളായ ആളുകൾ ഈ പറയുന്ന മുഅ്മിനീങ്ങൾ അവർ ഹിജറ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുറച്ച് മുഅ്മിനീങ്ങൾ മക്കയിൽ വീണ്ടുമുണ്ട്. വലമ്മ അഖ്ഫഖൽ മുശ്രികൂന ഫീ മക്കീദതിഹിം, ഈ ചതിയിൽ ഈ വഞ്ചനയിൽ മുശ്രിക്കീങ്ങൾക്ക് പരാജയം നേരിട്ടു. വഫശലു ഫി ഇസ്തിർദാദിൽ മുഹാജിരീന, ആ ഹിജറ പോയ ആളുകളെ മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടപ്പോൾ ഇസ്തശാതു ഗൽബൻ, ദേഷ്യം കൊണ്ട് അവർ കത്തിക്കയറാൻ തുടങ്ങി. വകാദു യതമയ്യസൂന ഗൈള, അതിയായ കഠിനമായ ദേഷ്യം മുമ്പുള്ളതിലേറെ മുഅ്മിനീങ്ങളോട്, മക്കയിൽ ബാക്കിയുള്ള മുഅ്മിനീങ്ങളോട് അവർ വെച്ച് പുലർത്താൻ തുടങ്ങി. ഫഷ്തദ്ദത് ളറാവത്തുഹും, അവരുടെ ഉപദ്രവം അത് കഠിനമായി. വൻഖല്ലു അലാ ബഖിയത്തിൽ മുസ്ലിമീൻ, ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ എങ്ങനെയും ഉപദ്രവിക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. വമദ്ദു ഐദിയഹും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തന്നെ അവർ കൈകൾ ഉയർത്താനും നീട്ടാനും തുടങ്ങി ഉപദ്രവിച്ചുകൊണ്ട്. വളഹറത് മിൻഹും തസറഫാത്തുൻ, ചില പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് പ്രകടമായി. തദുല്ലു അലാ അന്നഹും അറാദുൽ ഖളാഅ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്താൻ തുടങ്ങി. അതിൻ്റെ സൂചനകൾ പ്രകടമാകാൻ തുടങ്ങി. ലിയസ്തഅ്സിലു ജുദൂറൽ ഫിത്നതി അല്ലതി അഖല്ലത് മലാജിഅഹും, അവരുടെ കിടപ്പ് സ്ഥാനങ്ങളെ അതിലെ ഉറക്കം കെടുത്തിയ ഈ ഫിത്നയുടെ വേരോടുകൂടെ തന്നെ അതിനെ പിഴുതു മാറ്റാൻ വേണ്ടി. റസൂലുള്ളാഹിപ്പോ ഇതിന് കാരണക്കാരൻ, പ്രവാചകനാണല്ലോ ഇതിന്റെ തുടക്കം കുറിച്ച്. അപ്പോൾ ആ റസൂലിനെ തന്നെ അടുക്കൊന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സ്വസ്ഥതയാകും എന്നുള്ള ചിന്തയിലേക്ക് അവർ വരികയാണ്. ഹസ്ബ റഅ്സാമിഹിം, അവരുടെ വാദം അനുസരിച്ച് അവരുടെ മനസ്സിലുള്ളത് ഈ പറയുന്ന നമ്മുടെ അസ്വസ്ഥരാക്കുന്നത്, നമുക്ക് സമാധാനം കെടുത്തിയത് ഈ പറയുന്ന മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേര് തന്നെ പിഴുതു മാറ്റിയാൽ നമുക്ക് പിന്നെ സ്വസ്ഥമാകും, മറ്റുള്ള ആളുകൾ പിന്മാറും എന്നവർക്ക് തോന്നുകയാണ്. വ അമ്മാ ബിൻ നിസ്ബത്തി ലിൽ മുസ്ലിമീൻ, മക്കയിൽ ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫഇന്നൽ ബാഖീന മിൻഹും ഫീ മക്ക, മക്കയിൽ പിന്നീടുണ്ടായിരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. കാനു ഖലീലീന ജിദ്ദ, വളരെ കുറവാളുകളായിരുന്നു. മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങൾ പലരും ഈ പറഞ്ഞ 10-80 ചില്ലാൻ ആളുകൾ പോയല്ലോ. വക്കാനു, ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ ഇമ്മാ ദവി ഷറഫിൻ വമന, ഒന്നിരിക്കൽ കുടുംബത്തിൽ പേരും പ്രശസ്തിയും അതേപോലെ തന്നെ മറ്റുള്ള കുടുംബത്തിൻ്റെയൊക്കെ സംരക്ഷണം ഉള്ള ആളുകളായിരുന്നു. ഔ മുഹ്തമീന ബിജിവാരി അഹദിൻ, അതല്ലെങ്കിൽ കുടുംബപരമായിട്ട് സുരക്ഷിതരല്ല, പക്ഷെ മറ്റുള്ള ഏതെങ്കിലും പ്രമുഖരായ ആളുകളുടെ അഭയത്തിലും അവരുടെ സംരക്ഷണത്തിലും കഴിയുന്നവരായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ചില ആളുകൾ, അന്ന് സമൂഹത്തിലുള്ള ഒരു രീതി, ഒരാൾ അവൻ്റെ കുടുംബപരമായിട്ട് ബലഹീനനാണെങ്കിലും നാട്ടിൽ പ്രമുഖരായ ചില ആളുകളുടെ കീഴിൽ ഞാൻ അവന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്, അവൻ എൻ്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും അവരെ ഒന്നും ചെയ്യൂല, ഉപദ്രവിക്കൂല. അങ്ങനെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തായിഫിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് പോലും ഈ പറയും മുത്ഇം ഇബ്നു അദി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടത് ഉണ്ട് താൻ. ഇങ്ങനെ ഉണ്ടായിരുന്നു. വമഅ ദാലിക്, ഇങ്ങനെയൊക്കെ ആയതിൻ്റെയും പുറമെ കാനു യുഖ്ഫൂന ഇസ്ലാമഹും, ബാക്കിയുള്ള ഈ മക്കയുള്ള മുസ്ലിമീങ്ങളോട് ഇസ്ലാമിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുമായിരുന്നു. വയബ്തഈദൂന അൻ അയുനി തുഗാതി ബിഖദ്രിൽ ഇംകാൻ, കഴിവിൻ്റെ പരമാവധി ഈ പറയുന്ന ദുഷ്ടരായ ആളുകളുടെ കണ്ണിൽ പെടാതെ പോകാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷെ വലാകിന്നഹും മാ ഹാദിഹിൽ ഹീത, ഇങ്ങനത്തെ ഈ ശ്രദ്ധയോടുകൂടെ ഈ സൂക്ഷ്മതയോടുകൂടെ ലം യസ്ലമു കുല്ല സലാമത്തി മിനൽ അദാ വൽ ഖസ്ഫി വൽ ജൗർ, അക്രമത്തിൽ നിന്നും ഉപദ്രവത്തിൽ പൂർണ്ണമായൊരു സുരക്ഷ അവർക്ക് വീണ്ടും ഉണ്ടായിരുന്നില്ല. മനുഷ്യരാണ്, നാടാണ്, പല സ്ഥലങ്ങളും കണ്ടുമുട്ടും, ഒരുമിച്ച് കൂടേണ്ടി വരും. അപ്പോൾ വീണ്ടും ഈ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും പരമാവധി പ്രശ്നങ്ങളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്, ഫിത്നകൾ മാറി നിൽക്കാൻ അവരും ശ്രമിച്ചിരുന്നു. വഅമ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അവസ്ഥ ഫഖദ് കാന യുസല്ലി വയഅബ്ദുല്ലാഹ അമാമ അയുനി തുഗ, ഈ ദുഷ്ടരായ ഈ പറയുന്ന അഹങ്കാരികളുടെ കണ്ണു മുന്നിൽ വെച്ച് തന്നെ കഅബ ഷരീഫിന്റെ പരിസരത്ത് പോയി നിസ്കരിക്കലും ഖുർആൻ പാരായണം ചെയ്യലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമായിരുന്നു. വയദഉ ഇലല്ലാഹി സിർറൻ വജഹറ, രഹസ്യ പരസ്യമായിട്ട് അല്ലാഹുവിലേക്ക് പ്രബോധനം നടത്തുമായിരുന്നു. ലാ യംനഉഹു അൻ ദാലിക മാനി, ഒരാളും പ്രവാചകനെ തടയാൻ ഒരാളും ധൈര്യപ്പെട്ടിരുന്നില്ല. വലാ യസ്രിഫു അൻ ഷൈഉൻ, മറ്റുള്ളവരെ അത് തിരിക്കാനും ആരുമില്ലായിരുന്നു. കാരണം ഇത് കാന ദാലിക മിൻ ജുംലത്തി തബ്ലീഗ് റിസാലത്തില്ലാഹി മുൻദു അമറഹു, അല്ലാഹുവിന്റെ കൽപ്പന കൃത്യമായിട്ട് ഈ കൽപ്പിക്കപ്പെട്ട സന്ദേശവുമായി ഈ ശത്രുക്കളുടെ മുന്നിലേക്ക് ഈ ദഅവത്തുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ആ മുശ്രിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോകണം. അവരെ ഭയപ്പെടാനോ അതല്ലെങ്കിൽ അവരെ പേടിക്കാനോ അവരെ തൃപ്തിപ്പെടുന്ന നിലക്ക് കാര്യങ്ങൾ നിലപാട് മാറ്റാനോ നിങ്ങൾ പോകരുത് എന്നുള്ള ഫസ്ദഅ ബിമാ തുഅ്മറു വഅരിദ അനിൽ മുശ്രിക്കീൻ എന്നുള്ള കൃത്യമായ സന്ദേശം അല്ലാഹുവിനുണ്ടായിരുന്നു. കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റുകയും ചെയ്തിരുന്നു. വബിദാലിക്, അതോടുകൂടെ അതുകൊണ്ട് തന്നെ കാന യുംകിനുൽ മുശ്രിക്കീന അൻ യതഅറദു ലഹു ഇദാ അറാദു, പരസ്യമായിട്ട് ആരുടെയും സംരക്ഷണമൊന്നുമില്ല, കൂടെ കൂടുതൽ ആളുകളില്ല. മുശ്രിക്കീങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പ്രവാചകനെ ഉപദ്രവിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. വലം യകുൻ ഫിൽ ളാഹിരി, പ്രത്യക്ഷത്തിലുണ്ടായിരുന്നില്ല.
മാ യഹൂലു ബൈനഹും വബൈന മാ യുരീദൂൻ, അവരുദ്ദേശിക്കുന്ന എന്തെങ്കിലും ഉപദ്രവങ്ങളോ പ്രയാസപ്പെടുത്തലോ അവരുദ്ദേശിക്കുകയാണെങ്കിൽ തടയാനോ മറയിടാനോ സംരക്ഷണം നൽകാനോ പ്രത്യക്ഷത്തിലൊന്നുമില്ലായിരുന്നു. പ്രവാചകന്റെ കൂടെ സഹായികളോ ഒരുപാട് ആളുകളോ ആൾക്കൂട്ടങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൈബത്തും അവർ ഗാംഭീര്യവും അവരാദരവും മറ്റുള്ള ആളുകൾക്ക് കണ്ടാൽ അവർ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ പ്രവാചകനുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പിന്നെ അബൂ താലിബിനോടും തന്നെ അവർക്ക് പ്രത്യേകമായൊരു പരിഗണനയും ആദരവും ഉണ്ടായിരുന്നു. വമാ കാനൂ യഖാഫൂനഹു മിൻ മഗബ്ബത്തി സൂഇ തസറുഫിഹിം, എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങൾ അവർ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഒമിനിജ്തിമായി ബനി ഹാഷിമിൻ അലൈഹിം, പ്രവാചകൻ എന്തെങ്കിലും ചെയ്താൽ ബനു ഹാഷിം കുടുംബം, പ്രവാചകന്റെ കുടുംബം എന്തെങ്കിലും അബൂ താലിബിനോടുള്ള ബഹുമാനാദരവും പരിഗണിച്ച് ആളുകൾ ഇളകുവോ ഉപദ്രവം ഉണ്ടാകുമോ ആ പേടി അവർക്കുണ്ടായിരുന്നു. ഇല്ല അന്ന കുല്ലദാലിക്, ഇതൊക്കെ ഉണ്ടായതിനോട് കൂടെ തന്നെ ലം യഅ്ദുലഹു അസറുഹുൽ മത്ലൂബ് ഫീ നുഫൂസിഹിം, അവരുടെ മനസ്സിൽ വേണ്ടതുപോലെ അതിനൊരു ചലനങ്ങളോ ഫലനങ്ങളോ ഇല്ലായിരുന്നു. ഇത് ബദഉ യസ്തഖ്ഫൂന ബിഹി മുൻദു ശഅറു ബിൻ ഹിയാരി കയാനിഹിം, അവരുടെ ആ ബിംബ ആരാധനയുമായിട്ടുള്ള അവരുടെ നിലപാടുകൾ തകരുന്നത് അവർ കാണുകയാണ്. അതേപോലെ ദീനിന്റെ നേതൃത്വം അവർക്ക് കയ്യിൽ നിന്ന് പിടിവിടുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ദഅവത്തിന്റെ മുന്നിൽ. അപ്പം എന്തെങ്കിലും ചെയ്യണം, പ്രവാചകൻ ഉപദ്രവിക്കണം, ഇതൊന്ന് നിർത്തിക്കണം എന്നുള്ളൊരു ചിന്തയിൽ അവരെത്തിയിരുന്നു. ഹൈബത്തും ഗാംഭീര്യവും ആദരവും ഇതൊക്കെ ഉള്ളതിനോട് കൂടെ തന്നെ മുശ്രിക്കീങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പല നിലക്കും പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും അവർക്ക് ഈ ദഅവത്ത് ഒന്ന് അവസാനിപ്പിക്കണം, ഈ പ്രവാചകനെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ ഏത് വഴികളാണ് സാധിക്കുക എന്നുള്ള മാർഗങ്ങൾ അവരന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനത്തെ ചില സംഭവങ്ങൾ ഷെയ്ഖ് ഇതിൽ റഹിമഹുല്ല പറയുന്നു. ഈ ശേഷം പറയുന്ന സംഭവം ഹദീസിൻ്റെയും ചരിത്രത്തിൻ്റെ പല കിതാബുകളിലും പണ്ഡിതന്മാർ പറയുന്ന വിഷയമാണ്. പിന്നെ നാസിറുദ്ദീൻ അൽബാനി ഈ ശേഷം പറയുന്ന വിഷയം അതിൻ്റെ സനദിൻ്റെ കാര്യത്തിൽ ബലഹീനത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റു ചില മുഹദ്ദിസീങ്ങൾ സ്വീകാര്യയോഗ്യമാണ് എന്ന് പറയുന്നു. അതിൽപ്പെട്ട ഒന്ന് പിന്നെ ഉത്ബത്ത് ബിൻ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന അബൂ ലഹബ് വളരെയധികം ആ മനുഷ്യന്റെ ഭാര്യയും പ്രവാചകനും പ്രയാസപ്പെടുത്തിയിരുന്നു. അബൂ ലഹബിന്റെ ഒരു മകനായിരുന്നു ഉതൈബ എന്ന് പറയുന്നൊരു മകന്. ആ മകൻ ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഫഖാല, ആ ഉതൈബ പറയാണ്, അന അക്ഫുറു ബി വൻ നജ്മി ഇദാ ഹവ, ആ സൂറത്ത് പ്രവാചകൻ പാരായണം ചെയ്തത് പരിഹസിച്ചുകൊണ്ട് ഞാൻ വൻ നജ്മി ഇദാ ഹവ എന്ന് പറയുന്ന അതിൽ ഞാൻ അവിശ്വസിക്കുകയാണ്, ഞാനത് അംഗീകരിക്കാൻ തയ്യാറല്ല, വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ സുമ്മ ദനാ ഫതദല്ല, ആ പറയുന്ന ആയാത്തുകളൊക്കെ പാരായണം ചെയ്ത് ഞാനത് കളവാക്കുന്നു, വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് സുമ്മ തസല്ലത അലൈഹി ബിൽ അദാ, പ്രവാചകൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. വശഖ ഖമീസഹു, റസൂലിന്റെ വസ്ത്രം പിടിച്ചു കീറി. വതഫല ഫി വജ്ഹിഹി, പ്രവാചകന്റെ മുഖത്തേക്ക് തുപ്പി ആ മനുഷ്യൻ. പക്ഷേ ഇല്ല അന്നിൽ ബുസാഖലം യഖഅലി, ആ തുപ്പ് പ്രവാചകന്റെ മുഖത്ത് ശരീരത്തിൽ സ്പർശിച്ചില്ല, തുപ്പി അവനതാണ്. പ്രവാചകനെ അവഹേളിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ അവന്റെ ഭാഗത്തിൽ നിന്നുണ്ടായപ്പോൾ വഹീന ഇതിൻ ദഅ അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ആ മനുഷ്യന് കേടായിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബൻ മിൻ കിലാബിക്, അല്ലാഹുവേ നിന്റെ നായകളിൽപ്പെട്ട ഒരു നായെ ഈ ദുഷ്ടനായ മനുഷ്യന്റെ മേൽ നീ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് കേടായിട്ട് ദുആ ചെയ്തു. അതിന് മാത്രം അക്രമികളായ ആളുകൾ കാരണമില്ലാതെ ആളുകൾ ഉപദ്രവിക്കുക ആക്രമിക്കുക ചെയ്യുകയാണെങ്കിൽ വ്യക്തികൾക്ക് അങ്ങനത്തെ ആളുകൾക്ക് കേടായിട്ട് ദുആ ചെയ്യുന്ന വിരോധമൊന്നുമില്ല. മാപ്പ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതുണ്ട്. പക്ഷേ ഒരാൾ അകാരണമായിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ മർദ്ദിതനായ മനുഷ്യന് മറ്റുള്ളവനെ ഉപദ്രവിച്ച ലാലിമിൻ്റെ മേൽ കേടായിട്ട് ദുആ ചെയ്യാനുള്ള അവകാശം. ഇത്ര ദുഷ്ടനായ മനുഷ്യൻ ദീനിൻ്റെ പേരിൽ ഇങ്ങനെ ഉപദ്രവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഹദീസിൻ്റെ ചില പണ്ഡിതന്മാർ ഇത് സഹിഹാണ്, സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൽബാനിയെ പോലത്തെ ഹദീസ് പണ്ഡിതന്മാരൊന്നും അത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണെങ്കിലും വഖദ് ഉസ്തുജീബ ദുആഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ദുആ അള്ളാഹു അതിന് ഉത്തരം നൽകി എന്നുള്ളത്. അങ്ങനെ ഫഖദ് ഖറജ ഉതൈബത്തു ഇസ്റ ദാലിക ഫീ നഫരിൻ മിൻ ഖുറൈശ്, ഖുറൈശുകളായ ആളുകൾ കൂട്ടം ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഈ ഉതൈബയും ആ കൂട്ടത്തിൽ കച്ചവടത്തിന് വേണ്ടി പോയിരുന്നു. അങ്ങനെ അവർ സർഖ എന്ന് പറയുന്ന ഷാം പ്രദേശത്ത് എത്തിയതിൻ്റെ ശേഷം സർഖ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ത്വാഫ ബിഹിം അൽ അസദു തിൽക്കല്ലയിലെ, രാത്രിയിൽ ഒരു സിംഹം അവർ ആ താമസിക്കുന്നതിൻ്റെ പരിസരത്ത് വെട്ടമിട്ട് കറങ്ങാൻ തുടങ്ങി. അപ്പൊ ഈ ഉതൈബ പറയാണ്, യാ വൈല അഖി ഹുവ വല്ലാഹി ആകുലി കമാ ദഅ മുഹമ്മദുൻ അലയ്യ, ആ മനുഷ്യന് തോന്നുകയാണ് മുഹമ്മദ് കേടായിട്ട് ദുആ ചെയ്തു. റസൂലിനെ കുറിച്ച് അവർക്ക് ഭയമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഹറമിലൊക്കെ വെച്ച് ദുആ ചെയ്താലൊക്കെ അവർക്ക് പേടിയുമുണ്ടായിരുന്നു.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കേടായി ദുആ ചെയ്തതനുസരിച്ച് ഈ പറയുന്ന സിംഹം എന്നെ വന്ന് പിടിക്കും, എന്നെ കൊല്ലും, എന്നെ ഭക്ഷിക്കും എന്ന് മറ്റുള്ള ആളുകളോട് പേടി പറഞ്ഞു എന്ന്. ഖത്തലനി വഹുവ ബിമക്ക, അവൻ മക്കയിലാണ്, പക്ഷേ എന്നെ കൊന്നു എന്ന് അവൻ്റെ ദുആ ഫലിച്ചു എന്ന് പറയുമായിരുന്നു ഞാൻ ഷാമിലാണെങ്കിൽ. അപ്പോൾ പിന്നെ അവർ ഈ മനുഷ്യന് സംരക്ഷണം എന്നോണം അവനെ അവരുടെ മധ്യത്തിൽ കടത്തുകയും ചുറ്റുഭാഗത്തൊക്കെ കാവൽക്കാരി എന്നുള്ളത് പോലെ അവർ രാത്രി ഉറങ്ങുകയും ചെയ്തു. പക്ഷേ ആ സിംഹം വന്ന് ഈ മനുഷ്യനെ അവരുടെ ഇടയിൽ നിന്നിട്ട് പിടിച്ച് കടിച്ച് അവൻ്റെ തല പൊളിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ചില ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. പക്ഷെ അൽബാനിയൊന്നും അത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഉഖബത്ത് ബിൻ അബി മുആയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പ്രവാചകന്റെ പെരടിയിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് ചവിട്ടി പ്രയാസപ്പെടുത്തി ഉണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളായ ഖുറൈശികളായ തുഗാത്തുകളായ പാപ്പികളായ ആളുകൾ, ദുഷ്ടര്, കാനു യുരീദൂന ഖത്ലഹു, പ്രവാചകനെ വധിക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു പറയാണ്, ഖാല ഹളർതുഹും വഖദ് ഇജ്തമഉ ഫിൽ ഹിജ്ർ, കാബ ഷരീഫിന്റെ അവിടുത്തെ ഹിജ്റിൽ, കാബിന്റെ ആ ചുമരിൽ പടുത്തുയർത്തപ്പെടാത്ത ആ ചുറ്റുമതിന്റെ അവിടെ ഞാനൊരു ദിവസം ഹാജരായപ്പോൾ പങ്കെടുത്തപ്പോൾ ഈ പറയുന്ന ഖുറൈശികൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങനെ റസൂലിനെ കുറിച്ചാണ് അവിടെ ചർച്ച. അവർ പറയാണ്, മാ റഅയ്നാ മിസ്ല മാ സബർന അലൈഹി മിൻ അംരി ഹാദർ റജുൽ, ഈ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മൾ സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് നമ്മൾ ക്ഷമിച്ചു, ഇവനെ പോലത്തെ ഒരു ഉപദ്രവം നമുക്കിതിൽ ഉണ്ടായിട്ടില്ല. ലഖദ് സബർന മിൻഹു അലാ അംരിന, വലിയ വലിയ നമ്മുടെ ആദർശം കാര്യങ്ങൾ വിമർശിക്കുന്നു, പിതാമഹന്മാരുടെ ആദർശത്തിന് അവൻ കുറ്റപ്പെടുത്തുന്നു, വല്ലാത്ത ക്ഷമയാണ് നമ്മൾ ഇത്രയും കാലം ക്ഷമിച്ചത് എന്നവർ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്ഥലത്ത് അവിടെ കാബ ഷരീഫിൻ്റെ അടുത്ത് വന്നു. ഫഅഖ്ബല യംശി, അങ്ങനെ കാബയുടെ അടുത്തേക്ക് വന്നിട്ട് റുക്കുനുൽ യമാനിയെ തൊട്ടുമുത്തി. സുമ്മ മർറ ബിഹിം ത്വാഇഫൻ ബിൽ ബൈത്തി, കാബ ഷരീഫിനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. ഫഗമസൂഹു ബിബഅദിൽ ഖൗലി, പ്രവാചകൻ അവർ ഇരിക്കുന്ന ഹിജറിന്റെ പരിസരത്ത് കൂടെ തവാഫ് ചെയ്യുമ്പോൾ ചില വാക്കുകളും കാര്യങ്ങളും പറഞ്ഞ് പ്രവാചകൻ അവർ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലിന്റെ മുഖത്ത് ആ ഒരു വിഷമം ഞങ്ങൾക്ക് പ്രകടമായി, എനിക്ക് പ്രകടമായി. ഫലമ്മ മർറ ബിഹിം അസാനിയ, രണ്ടാമതും തവാഫ് ചെയ്തുകൊണ്ട് ഹിജറിന്റെ അടുത്തേ കൂടി പ്രവാചകൻ പോയപ്പോൾ അവർ വീണ്ടും ഇതുപോലത്തെ കുത്തുവാക്കുകൾ പറഞ്ഞു. അപ്പോഴും റസൂലിന്റെ മുഖത്ത് അതിന്റെ വെറുപ്പും അതിന്റെ ഒരു ദേഷ്യവും ഞാൻ കണ്ടു. മൂന്നാമതും അതിലെ വന്ന സമയത്ത് അവർ ഈ കുത്തുവാക്കുകൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഹിജറിന്റെ അവിടുത്തെ ഖുറൈശികൾ ഇരിക്കുന്ന ആ സദസ്സിന്റെ അവിടെ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അതസ്മഊന യാ മാഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അമാ വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാകുന്ന സത്യം, ലഖദ് ജിഅ്തുകും ബിദ്ദബഹി, നിങ്ങളെ അറുക്കാൻ വേണ്ടിയുള്ള സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യുദ്ധമാണ്, നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു അഡ്ജസ്റ്റുമില്ല, വിട്ടുവീഴ്ചയുമില്ല, യുദ്ധം കൊണ്ട് കൽപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളൊരു വാക്ക്. ഫഅഖദത്തിൽ ഖൗമ കലിമത്തുഹു, അല്ലാഹുവിന്റെ റസൂൽ ഈ പറഞ്ഞ വാക്ക് അവരുടെ മനസ്സിൽ തട്ടി. ഹത്താമാ മിൻഹും റജുലുൻ ഇല്ലാ കഅന്നമാ അലാ റഅസിഹി ത്വാഇറുൻ വാഖിഅ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരാളല്ല. ആവശ്യമില്ലാത്ത സംസാരവും തൻ്റെ ഇടമില്ലാതെ പക്വതയില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. റസൂലിന്റെ ഈ വാക്ക് അവരെ മനസ്സിൽ തട്ടിയിട്ട് അവർ തരിച്ചുപോയി നമ്മൾ പറയുന്നത് പോലെ, അവരുടെ തലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു അടക്കത്തിൽ പിന്നീട് അവർക്ക് സംസാരമില്ല, പിന്നീട് അവർക്ക് അഭിപ്രായങ്ങളുമില്ല, ആകെ അവർ തരിച്ചുപോയി എന്ന് നമ്മൾ പറയുന്നത് പോലത്തെ ഒരവസ്ഥ. ഹത്താ ഇന്ന അശദ്ദഹും ഫീഹി, പ്രവാചകനോട് ഏറ്റവും വെറുപ്പും കാഠിന്യവുമുള്ള ആ വ്യക്തി അവരുടെ കൂട്ടത്തിൽ ലയർഫഉഹു ബി അഹ്സനി മാ യജൂദ്, കഴിയുന്ന ഏറ്റവും നല്ല സംസാരം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ മയപ്പെടുത്താൻ ശ്രമിച്ചു. അവരെ മയപ്പെടുത്താൻ, വീണ്ടൊരു വാക്ക് നാവിൽ നിന്ന് ചാടാതിരിക്കാൻ. വയഖൂലു ഇൻസരിഫ് യാ അബൽ ഖാസിം, നിങ്ങൾ പൊയ്ക്കോളി, നീ പൊയ്ക്കോ. അപ്പോൾ വല്ലാഹി മാ കുന്ത ജഹു, ഞാൻ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞതാണ്, നമ്മൾ വിവരമില്ലാതെ പറഞ്ഞതാണ്, നീ പൊയ്ക്കോ. ഒരു പ്രകോപനം ഉണ്ടാക്കാതെ റസൂലിനെ അവർ സമാധാനിപ്പിച്ച് മയപ്പെടുത്താൻ തുടങ്ങി. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസി റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസിയുടെ മകനായിരുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വളരെ ഇബാദത്തും ഇൽമും ധാരാളമുള്ള സ്വഹാബി യുവാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഈ സംഭവം വിവരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഫലമ്മാ കാനൽ ഗദ്, പിറ്റേ ദിവസമായപ്പോൾ ഇജ്തമഉ കദാലിക, റസൂലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അവർ വീണ്ടും കാബ ഷരീഫിന്റെ അടുത്ത് വന്ന് ചർച്ചയും കാര്യങ്ങളുമായി ഒരുമിച്ചുകൂടി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫവതബു ഇലൈഹി വത്ബത റജുലിൻ വാഹിദിൻ, അവർക്ക് സഹിക്കുന്നില്ല, ക്ഷമ വരുന്നില്ല, എല്ലാവരും കൂടി റസൂലിനെ ഉപദ്രവിക്കാൻ വേണ്ടി ചാടി വന്നു, പ്രവാചകനെ വലയം ചെയ്തു. ഫലഖദ് റഅയ്തു റജുലൻ മിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകന്റെ തട്ടം അത് കൂട്ടിപ്പിടിച്ച് വലിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. വഖാമ അബൂബക്കറിൻ മാഹു ദൂനഹു, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം തടഞ്ഞുകൊണ്ട് അവിടെ വന്നു. വഹുവ യബ്കി, കരഞ്ഞു.
വയഖൂലു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, മുഅ്മിനായ ഒരാൾ മൂസാ നബിയെക്കുറിച്ച് ഫിർഔനും അവൻ്റെ ആളുകളും വിമർശനങ്ങളും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ ഈ മനുഷ്യൻ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുകൊണ്ട് അവരെ തടുക്കാനും മാറ്റാനും ശ്രമിച്ചു. സുമ്മൻസറഫു, അപ്പോൾ അവർ തിരിഞ്ഞു പോയി. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഫഇന്ന ദാലിക ലഅശദ്ദു മാ റഅയ്തു ഖുറൈശൻ നാലു മിൻ, പ്രവാചകൻ ഉപദ്രവിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ ഒരു രംഗമാണിത്. വല്ലാത്ത പ്രയാസം എനിക്കുണ്ടായി. പക്ഷെ മറ്റുള്ളവർക്ക് എതിർക്കാനും തടുക്കാനും കഴിയൂല. അവർ നിസ്സഹായരാണ്. ബലഹീനരാകുമ്പോൾ ശക്തരും പ്രമുഖരുമായ ഖുറൈശികൾ അത് ചെയ്യുമ്പോൾ അവർ കണ്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അനുഭവക്കാൾ മുമ്പ് പറഞ്ഞില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു, ആളുകളുടെ അംഗീകാരമുണ്ടായിരുന്നു, കഴിയുന്നതും അദ്ദേഹം ചെയ്യുമായിരുന്നു. പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് റിപ്പോർട്ട് ചെയ്തത് ഉർവത്ത് ബിൻ സുബൈർ ഖാല സഅൽതു ബന അംർ ബിൻ ആസി, അംർ ബിൻ ആസിയുടെ മകനായ അബ്ദുല്ലാഹി ബിൻ അംറിനോട് ഞാൻ ചോദിച്ചൊരിക്കൽ, മുശ്രിക്കീങ്ങൾ പ്രവാചകനെ ഉപദ്രവിക്കുന്ന രംഗം നിങ്ങൾ കണ്ടത് എന്താണ്? ഏറ്റവും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയത് വല്ല അനുഭവം എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ സംഭവം ബൈന അന്നബി യുസല്ലി ഫി ഹിജ്റിൽ കാബ, കാബയുടെ അടുത്തുള്ള ഹിജ്റിൽ പ്രവാചകൻ ഒരു ദിവസം നിസ്കരിക്കുന്ന സമയത്ത് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് വന്നു. അങ്ങനെ പ്രവാചകന്റെ വസ്ത്രം അവന്റെ വസ്ത്രം കൊണ്ട് പ്രവാചകന്റെ കഴുത്തിലിട്ട് വലിച്ചു. അങ്ങനെ ശക്തമായിട്ട് കഴുത്ത് കുടുക്കി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ആ മനുഷ്യനെ തടഞ്ഞുകൊണ്ട് മാറ്റുകയും പ്രവാചകനെ രക്ഷിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ടു, അവരെ തടുത്തു മാറ്റി. അസ്മാ റളിയല്ലാഹു അൻഹയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു രൂപത്തിലാണ്. വാക്കുകൾ, കാര്യങ്ങളൊക്കെ, ആശയങ്ങളും ഒന്ന് തന്നെയാണ്. ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ആൾ വന്ന് പറയാണ്, ഇവർ ഉപദ്രവിക്കുന്ന സമയത്ത് അതിരിക്ക് സാഹിബിക്കാൻ എൻ്റെ കൂട്ടുകാരനെ പോയി രക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളെ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്ത് പോയി. അങ്ങനെ ഫഖറജ വഹുവ യഖൂലു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അപ്പോൾ ഇത് ഒക്കെ ഒരു സംഭവമാകാനും സാധ്യതയുണ്ട്. അതല്ല, പല സമയത്തും ഇങ്ങനെ ശത്രുക്കളിൽ നിന്ന് ഖുറൈശികളിൽ നിന്ന് റസൂലിന് ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ നേരിട്ടതാവാനും സാധ്യതയുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനത്തെ 2-3 അവസ്ഥകൾ, അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ കഴിയുന്ന നിലക്ക്, അവർക്ക് ഉപദ്രവിക്കാൻ കഴിയുന്ന നിലക്ക് അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആൾക്കൂട്ടങ്ങളായിട്ട് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ബനു ഹാഷിം കുടുംബത്തിനോ അബൂ താലിബിനോ അവരോട് നേരിടാനും എതിർക്കാനും കഴിയൂല എന്നുള്ള രൂപത്തിൽ ഒറ്റക്കൊറ്റക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രവാചകനെ നേരിട്ടൊന്നും അവരാരും ഉപദ്രവിക്കാൻ ധൈര്യം കാണിക്കുന്നവരും ആയിരുന്നില്ല. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ഭാഗങ്ങൾ തുടർന്ന് സദസ്സുകളിൽ പറയാനും വായിക്കാനും കേൾക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത സദസ്സിൽ നമുക്ക് പറയാനുള്ളത് ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനമാണ്. അതോടുകൂടെ പിന്നെ ദീനുൽ ഇസ്ലാമിനും അതിൻ്റെ ദഅവത്തിനും അള്ളാഹു അവർ കാരണം വലിയ ശക്തിയും പ്രതാപവും നൽകുന്ന സംഭവങ്ങളാണ്. അദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.